Welcome to Qubit Academy. Warm good evening to all of you. This is the weekly dose current affairs. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 17-2-2024 മുതൽ 23-2-2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഫസ്റ്റ് കറണ്ട് അഫയർ. ഗ്രീൻ ഹൈഡ്രോജൻ എന്താണ് ഇത് ന്യൂസിൽ വരാൻ എന്താണ് കാരണം? റീസെന്റ് the Ministry of New and Renewable Energy has issued guidelines for the implementation of pilot project use of green hydrogen in the steel sector under the National Green Hydrogen Mission. അതായത് എന്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രോജൻ മിഷന്റെ അണ്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റീൽ സെക്ടറിൽ എന്താണ് ഗ്രീൻ ഹൈഡ്രോജൻ എന്ത് ചെയ്യണം? കൂടുതൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഗ്രീൻ ഹൈഡ്രോജൻ എന്ത് ചെയ്യണം? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ന്യൂസ്. അപ്പൊ നമുക്ക് നോക്കാനുള്ള എന്താണ് ഗ്രീൻ ഹൈഡ്രോജൻ, അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ ഹൈഡ്രോജൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഒരിക്കലും ഗ്രീൻ ഹൈഡ്രോജൻ, അതായത് ഹൈഡ്രോജൻ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും എന്ത് ചെയ്യാറില്ല, ഡയറക്ട്ലി കിട്ടാറില്ല. ഓക്കെ, പ്രകൃതിയിൽ നിന്നും നമുക്ക് ഡയറക്ട്ലി കിട്ടുന്ന സാധനമല്ല ഏത് എന്ന് വിളിക്കുന്നത്? ഹൈഡ്രോജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ H2O അല്ലെ. H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ടർ ആണ് അല്ലെ, വെള്ളമാണ്. H2O എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ അഥവാ വെള്ളമാണ്. ഇതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹൈഡ്രോജൻ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ഈ വെള്ളത്തിൽ നിന്നാണ് ഇത് നമ്മൾ വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രോജൻ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഈ വെള്ളത്തിൽ നിന്നാണല്ലോ ഹൈഡ്രോജൻ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, നമ്മൾ എവിടെ നിന്നാണ് ഹൈഡ്രോജൻ വേർതിരിച്ചെടുക്കുന്നത്? വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഹൈഡ്രോജൻ വേർതിരിച്ചെടുക്കുന്നത്. ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഹൈഡ്രോജൻ തിരിച്ചെടുക്കുന്നത് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് എന്ന് വെക്കാം. ഓക്കെ, നമ്മൾ വെള്ളത്തിൽ നിന്നും ഹൈഡ്രോജൻ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുന്നത്? റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി. എന്താണ് ഈ റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുകിൽ അതെന്താവാം, സോളാർ ആയിരിക്കാം, അല്ലെങ്കിൽ വിൻഡ് പവർ ആയിരിക്കാം, എനിത്തിങ് എക്സെട്ര. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ ഇലക്ട്രലൈസ് ചെയ്ത് വെള്ളത്തിൽ നിന്നും എന്ത് ചെയ്യുന്നത്? ഇത് വേർതിരിച്ചെടുക്കുന്നത് എന്ന് വെക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിന്യൂവബിൾ എനർജി ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രോജനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രീൻ ഹൈഡ്രോജൻ. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ എനർജി അല്ലെങ്കിൽ റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഹൈഡ്രോജനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഗ്രീൻ ഹൈഡ്രോജൻ. ഇനി ഈ പ്രൊജക്റ്റിൽ എന്താണ് പറയുന്നത്? ഉദാഹരണമായിട്ട് റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ഇതിനെ ആദ്യം വേർതിരിച്ചെടുക്കുക. അതിനുശേഷം എന്താണെന്ന് പറയുന്നത്? ഈ ഹൈഡ്രോജനെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഈ ഹൈഡ്രോജനെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. H2 എന്നുള്ള ഫോമിൽ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഏവിയേഷൻ സെക്ടറിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കെമിക്കൽ മാനുഫാക്ചറിങ്, ഷിപ്പിംഗ്, ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ എന്താണ് ഗ്രീൻ ഹൈഡ്രോജൻ എന്നാണ് നോക്കേണ്ടത്. ഗ്രീൻ ഹൈഡ്രോജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഹൈഡ്രോജൻ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, ഡയറക്ട്ലി നാച്ചുറൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല ഏത് എന്ന് വിളിക്കുന്നത്? ഹൈഡ്രോജൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഹൈഡ്രോജൻ നമുക്ക് കിട്ടുന്ന ഏത് ഫോർമാറ്റിലായിരിക്കും? H2O എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിന്യൂവബിൾ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? വേർതിരിച്ചെടുക്കുന്നു. അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഗ്രീൻ ഹൈഡ്രോജൻ. ഓക്കെ, അങ്ങനെ വേർതിരിച്ചെടുക്കുന്നതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? ഗ്രീൻ ഹൈഡ്രോജൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? വിളിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ദിസ് ഈസ് ദ കറണ്ട് അഫയർ. ഇതാണ് പ്രാവശ്യം ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി നിങ്ങളുടെ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, നെക്സ്റ്റ് വൺ, ഇന്ത്യസ് ക്ലൈമറ്റ് ചാർജ് ടാർഗറ്റ്. എന്താണ്? റീസെന്റ് എ റിപ്പോർട്ട് ഹാസ് ബീൻ പബ്ലിഷ്ഡ് ബൈ തിങ്ക് ടാങ്ക് ക്ലൈമറ്റ് അനാലിസിസ് ടൈറ്റിൽഡ് tripling renewable by 2030, interpreting the global goal at the regional level, which breaks down at what a 1.5 degrees Celsius aligned renewable rollout would look like at the regional level and calculates the associated investment needs. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? നിലവിലൊരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, തിങ്ക് ടാങ്ക് ക്ലൈമറ്റ് അനാലിസിസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? അനലറ്റിക്സ് എന്നുള്ള പേരിൽ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ന്യൂസ് വരുന്നത്. നമുക്കറിയാം, ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ. ഫോർ എക്സാമ്പിൾ, ഈ ക്ലൈമറ്റ് ആക്ഷനിൽ തന്നെ എന്തുണ്ട്? നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇപ്പോ കഴിഞ്ഞ ആഴ്ചക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ, 2070 ആകുമ്പോഴേക്ക് കാർബൺ ന്യൂട്രാലിറ്റി ഇൻഡെക്സ് 0% ആക്കുക അല്ലെ. ഇത് ഇന്ത്യയുടെ ഒരു ലക്ഷ്യമാണ്, ഒരു ലോങ് ടേം പോളിസി കൂടിയാണ്. നോക്കി, ഇതെന്താണ്? ഒരു ലോങ് ടേം പോളിസി കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോഴും ന്യൂസിൽ വന്നിട്ടുള്ള. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിലവിൽ ഇന്ത്യയുടെ ക്ലൈമറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം
2030 ആകുമ്പോഴേക്കുള്ള ടാർഗറ്റ് ആണ് പറയുന്നത് എന്താണ്? എമിഷൻ ഇന്റൻസിറ്റി റിഡക്ഷൻ എന്ത് ചെയ്യുക? എമിഷൻ ഇന്റൻസിറ്റി എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് പറയുന്നത്? 30 മുതൽ 35% വരെ എന്ത് ചെയ്യുക? 2005 ലെവൽസ് ആണ്. അതുപോലെ തന്നെ അപ്ഡേറ്റഡ് എന്ന് വിളിക്കുന്നത് എത്രയാണ്? 45% ആണ്. ഓക്കെ, 2005 നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവരൊരു ബേസ് ആയി വെച്ചിരിക്കുന്ന 2005 എന്നുള്ള വർഷത്തെയാണ്. 2005 നിന്നും 2030 ആവുമ്പോഴേക്കും എന്നുള്ളതാണ്. ഓക്കെ, സോറി, 2005 നിന്നും 2030 ആവുമ്പോഴേക്കും എന്ത് ചെയ്യണം? കുറയ്ക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, 2005 നിന്ന് 2030 ആകുമ്പോഴേക്കും എത്ര പെർസെൻറ്റേജ് കുറയ്ക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ 2015 നമ്മുടെ പോളിസി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 2005 നിന്ന് 2030 ആകുമ്പോഴേക്ക് 33% മുതൽ 35% വരെ വേണമെന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ നിലവില് 2022 റിപ്പോർട്ട് പ്രകാരം എന്താണ് പറയുന്നത്? 45% കുറയ്ക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പ്രോഗ്രസ് എന്താണ്? 24% റിഡക്ഷൻ അച്ചീവ്ഡ് ഇൻ 2016. ഇറ്റ് സെൽഫ് എസ്റ്റിമേറ്റഡ് ടു ഹാവ് റീച്ച്ഡ് 30%. അതായത് എന്താണ്? ഇപ്പൊ ഉദാഹരണമായിട്ട് എന്താണ്? 2016 കണക്കെടുത്ത് നോക്കുമ്പോൾ എന്താണ്? നമ്മൾ 24% എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ ടാർഗറ്റ്. രണ്ടാമത്തെ എന്താണ്? ഷെയർ ഓഫ് നോൺ ഫോസിൽ ഫ്യൂവൽസ് ഇൻസ്റ്റാൾഡ് ഇലക്ട്രിസിറ്റി കപ്പാസിറ്റി. ഓക്കെ, അത് 2015 ആകുമ്പോഴേക്ക് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന 40% ആണ്. 2015 പോളിസി പ്രകാരം 2022 നമ്മൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 50% ആവണം എന്നുള്ളതാണ്. ആൻഡ് പ്രോഗ്രസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ കഴിഞ്ഞ 2023 ജൂൺ മാസത്തിലെ കണക്കുകൾ പ്രകാരം 41.5% നമ്മൾ എന്ത് ചെയ്തു? അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വരുന്ന എന്താണ്? കാർബൺ സിങ്ക് ആണ്. കാർബൺ സിങ്ക് എന്ന് പറയുന്നത് 2015 പോളിസി പ്രകാരം എന്താണ്? ക്രിയേഷൻ ഓഫ് 2.5 to 3 billion tons ഓഫ് അഡീഷണൽ സിങ്ക് ത്രൂ അഫോറസ്റ്റേഷൻ എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. ആൻഡ് 2022 അപ്ഡേറ്റഡ് പറയുന്നത് എന്താണ്? സെയിം ആസ് ഏർലിയർ തന്നെയാണ്, വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഓക്കെ, ഇതിനെക്കുറിച്ചുള്ള പ്രോഗ്രസ് എന്തല്ല നമുക്ക് അവൈലബിൾ അല്ല. ക്ലിയർ? അപ്പൊ ഇതാണ് ഇന്ത്യയുടെ എന്താണ്? ക്ലൈമറ്റ് ടാർഗറ്റ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം, ഇന്ത്യയുടെ ക്ലൈമറ്റ് ടാർഗറ്റ് എത്രയാണ്? അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ വേണമെങ്കിൽ ചോദിക്കാം, കോപ്പ് മീറ്റിംഗിൽ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങൾ ഉണ്ടല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്? 2070 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക? 0% ആക്കുക. ഓക്കെ, 2070 ആകുമ്പോഴേക്കും എന്ത് ചെയ്യുക? 0% ആക്കുക. ഇതെന്താണ്? ഒരു ലോങ് ടേം പോളിസിയാണ് വരുന്നത്. ഓക്കെ, ഇതെന്താണ്? ഒരു ലോങ് ടേം പോളിസിയാണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് കറണ്ട് അഫെയർ എന്താണ്? Purila Chalu. എന്താണ്? Purila Chalu, a folk dance was recently performed in കോഴിക്കോട്, കേരള. അല്ലെ? നമ്മുടെ കോഴിക്കോട് ജില്ല റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്താണ് ന്യൂസിൽ പറഞ്ഞിരിക്കുന്നത്? ദ ചാലു ഈസ് എ സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോം ഫ്രം ദ ഈസ്റ്റേൺ ഇന്ത്യ. അല്ലെ? ഈസ്റ്റേൺ ഇന്ത്യയിൽ എന്താണ്? ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഏത് എന്ന് വിളിക്കുന്നത്? ചൗ എന്ന് വിളിക്കുന്നത്. വിച്ച് ഹാസ് എ ട്രൈബൽ ആൻഡ് ഫോക്ക് ഒറിജിൻസ്. ദ പെർഫോമൻസ് റേഞ്ചസ് ഫ്രം acrobatic to material and also include dances from the structural and around the religious themes. അതായത് നമുക്കറിയാം ഈ ഇത്തരം ഡാൻസുകളൊക്കെ എന്താണ്? റിലീജിയസ് തീംസിൽ റൺ ചെയ്യുന്നതാണ്. അല്ലെ? ഇപ്പൊ ഉദാഹരണമായിട്ട് ആ റിലീജിയന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അവിടെ കാണുന്ന കൾച്ചറുകൾ എന്താണ്, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഡാൻസും പെർഫോം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിന്റെ പേരെങ്ങനെ വന്ന്? ദ നെയിം Purila Chalu comes from the district of Purila in Bengal, which is the Chalu stronghold. Okay, ഇത് എവിടെ നിന്നാണ് പേര് വരുന്നത്? ബംഗാളിലെ പുറില ഡിസ്ട്രിക്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു പേര് ഒറിജിനേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റാം. It represents one of the 3 distinct styles of Chalu dances, other two being Srikhla Chalu and Jharkhand and Marhanja Chalu from Odisha. ഇത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? 2 രീതിയിലും കൂടി എന്താണ് ഇത്തരം ഡാൻസ് പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പേരുകൾ എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദ കോസ്റ്റ്യൂംസ് വേരി ബിറ്റ്വീൻ ദ സ്റ്റൈൽസ് വിത്ത് പൂർല ആൻഡ് Srikhla using the mask to identify the characters. അതായത് ഇപ്പോൾ ഓരോ ഡാൻസ് ഫോം എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഡാൻസ് ഫോംസിന് എന്ത് ചെയ്യണം? വ്യത്യാസം ഉണ്ടാവും. അവരുടെ കൾച്ചറിനനുസരിച്ചിട്ട് അതിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ എന്ത് ചെയ്യും? കോസ്റ്റ്യൂംസിൽ എന്തുണ്ടാവും? മാറ്റം ഉണ്ടാവും. ആൻഡ് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്? ഇറ്റ് വാസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ദ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഹ്യൂമാനിറ്റി ഓഫ് യുനെസ്കോ ഇൻ 2010. അതായത് യുനെസ്കോ 2010 എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഹ്യൂമാനിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലിസ്റ്റുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഡാൻസ് ഫോം എന്ന് വിളിക്കുന്നത്. ഇത് ഈ അടുത്താണ് എവിടെ ഉണ്ടായത്?
കോഴിക്കോട് ഉണ്ടായത്. ഓക്കെ, ദിസ് ഇസ് ദ കറണ്ട് അഫയർ. നെക്സ്റ്റ് വൺ, മിസ്റ്റീരിയസ് ബൈനറി സിസ്റ്റം ഡിസ്കവേർഡ് ഇൻ NGC 1851. എന്താണ് പറയുന്നത്? ദ റിസർച്ചേഴ്സ് ഹാവ് ഫൗണ്ട് എ മിസ്റ്റീരിയസ് പെയർ ഓഫ് ഓർബിറ്റിംഗ് ഒബ്ജക്ട് ഓഫ് ഗ്ലോബൽ ക്ലസ്റ്റർ NGC 1851. ഓക്കെ, ലൊക്കേറ്റഡ് ഇൻ ദ കൊളംബിയ കൺസൾട്ടേഷൻ. എനി വണ്ണോ എന്നാണ് NGC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി വൺ അറിയോ? NGC പേര് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ആരെങ്കിലും പറഞ്ഞ NGC എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും ഉത്തരം പറയുന്നില്ലല്ലോ. എനി വൺ ആരെങ്കിലും പറഞ്ഞേ? ഓക്കെ, ആരും പറയില്ല. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഓക്കെ, എന്താണ് NGC 1851 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, NGC 1851 എന്താണ്? NGC 1851 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇപ്പോ NGC 1851 എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് കാഡ്വെൽ 73 എന്നുള്ളതാണ്. എന്താണ്? കാഡ്വെൽ 73. അതായത് കൊളംബിയയുടെ തെക്കൻ നക്ഷത്ര സമൂഹത്തിൽ എന്താണ് സ്ഥിതി ചെയ്യുന്ന താരതമ്യേന വലിയ ഗോളാകൃതിയുള്ള ഒരു കൂട്ടം സ്റ്റാർസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് NGC 1851 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഒരു മിസ്റ്റീരിയസ് പെയർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ ന്യൂസിൽ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. അതിന്റെ എന്താണ്? ഒരു മിസ്റ്റീരിയസ് പെയർസ് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ? നമുക്ക് നോക്കാം. യൂസിംഗ് ദ മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഇൻ സൗത്ത് ആഫ്രിക്ക, they detected the weak pulses emitted by the system. One object identified as the neutron star pulsar emits regular radio pulses, while the other obviously black hole or another neutron star. It is invisible in the various spectra. In the discovery rises of possibility of pulsar black hole system offering insight into extreme condition to the universe. അതായത് അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, എന്താണ് റേഡിയോ ടെലസ്കോപ്പ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഉദാഹരണമായിട്ട് നമുക്കറിയാം എന്താണ് ഈ റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമുക്ക് പല രീതിയിലുള്ള വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിലേക്ക് എത്തുന്നുണ്ട്. അല്ലാതെ പല രീതിയിലുള്ള വേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിലേക്ക് എത്തുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോ ഇങ്ങനെ വരുന്ന വേവ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ചില വേവ്സ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അതേസമയം ചില വേവ്സ് എന്തായിരിക്കും? വീക്കർ ആയിരിക്കും. ഒന്നുകിൽ വേവ്സ് എന്താവാം? സ്ട്രോങ് ആവാം, അല്ലെങ്കിൽ വേവ്സ് എന്തായിരിക്കാം? വീക്കർ ആയിരിക്കാം. ക്ലിയർ? ഇനി വേവ്സ് സ്ട്രോങ്ങോ വീക്കറോ ആയിക്കോട്ടെ, ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം വരുന്ന വേവ്സിനെ എന്ത് ചെയ്യുന്നു? ഈ റേഡിയോ ടെലസ്കോപ്പ് വലിച്ചെടുക്കുകയും എന്നിട്ട് അതിന്റെ ഇമേജസ്, ഓക്കെ, അതിനെ എന്താണ് കൺവേർട്ട് ചെയ്ത് ഇമേജസ് സൃഷ്ടിക്കുന്നതാണ് ആരുടെ ജോലി എന്ന് വിളിക്കുന്നത്? റേഡിയോ ടെലസ്കോപ്പിന്റെ ജോലി. ഇവിടെ ഏത് റേഡിയോ ടെലസ്കോപ്പ്, അവിടെയാണ് നിങ്ങൾക്ക് ചോദ്യം വരിക. SSC ഒക്കെ പ്രധാനമായിട്ടും ചോദ്യം വരിക ഏത് റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഈ ഒരു പുതിയ കണ്ടെത്തൽ. അപ്പൊ അത് നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ ഈ ഒരു കണ്ടെത്തൽ എന്ത് ചെയ്തിട്ടുള്ളത്? നടത്തിയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് വൺ, UAPA. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമങ്ങളിലൊന്നാണ് അല്ലെ UAPA. എന്താണ് UAPA? അല്ലെങ്കിൽ എന്താണ് ഇത്? ഇപ്പൊ ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണ്? റീസെന്റ് the Supreme Court denied bail to an accused involved in alleged Khalistan module, starting that the principle of bail is rule, jail is the exemption, is not applicable under the Unlawful Activities Prevention Act. Okay, എന്താണ് UAPA എന്നോട് ഉദ്ദേശിക്കുന്നത്? ഇനി എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ UAPA എന്നുള്ള നിയമം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Anyone? UAPA. UAPA എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ്. ഓക്കെ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആണ് ഏത്? UAPA എന്ന് വിളിക്കുന്നത്. 1967 എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു നിയമം പാസ്സാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏത് വർഷമാണ് പാസ്സാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1967 എന്ത് ചെയ്യുന്നത്? ഇത്തരം ഒരു നിയമം എന്ത് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. ഓക്കെ, ഇനി
നമുക്ക് ഏതൊരു കേസുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കേസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം അല്ലെ. ഇപ്പൊ ഒരു ജുഡീഷ്യറിയിൽ എത്തുന്ന കേസുകൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാരൊക്കെ ഫയൽ ചെയ്യുന്ന കേസുകൾ എടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് ക്രിമിനൽ ഒഫൻസസ്, ഓക്കെ, ഒന്നെന്താണ് ക്രിമിനൽ ഒഫൻസസ്, ഒന്നെന്താണ് സിവിൽ ഒഫൻസസ്. അപ്പൊ രണ്ട് രീതിയിലുള്ള കേസുകൾ, ഒന്നേതാണ് ക്രിമിനൽ ഒഫൻസും ഒന്നേതാണ് സിവിൽ ഒഫൻസും. ഇനി ക്രിമിനൽ ഒഫൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ക്രിമിനൽ ഒഫൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളെ കൊല്ലുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളാണ് ഇത് ക്രിമിനൽ ഒഫൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ സിവിൽ ഒഫൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അത്ര വലിയ കുറ്റമല്ല ഇത് സിവിൽ ഒഫൻസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് അത് നമ്മുടെ സ്ഥലം റിലേറ്റ് ചെയ്ത കുറ്റമാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത കുറ്റമാവാം സിവിൽ ഒഫൻസ്. ഓക്കെ, ഇവിടെ സിവിൽ ഒഫൻസിനെ നമുക്ക് വിടാം, കാരണം UAPA കണക്ട് ചെയ്ത് കിടക്കുന്ന ഏതുമായി ബന്ധപ്പെട്ടാണ്, ക്രിമിനൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമമാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊരു നിയമം എടുത്താലും അതിൽ പറയുന്ന ഒരു കാര്യം ബെയിൽ ഈസ് എ റൂൾ എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 22, ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 22 പോവുകയാണെങ്കിൽ അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതില് ആർട്ടിക്കിൾ 22 ക്ലോസ് 2 എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കോടതിയിൽ ഹാജരാക്കണമെന്നും. ആൻഡ് ആർട്ടിക്കിൾ 22 ക്ലോസ് 3 പ്രകാരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തീരുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്നുമാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് ചെയ്തു എന്ന് വയ്ക്കുക, 24 മണിക്കൂറിനുള്ളിൽ എന്നെ കോടതിയിൽ ഹാജരാക്കുന്നു. അപ്പോൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു ടൈം ഫ്രെയിം കൊടുക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് 5 days ആവാം, 15 days ആവാം, അങ്ങനെ മാക്സിമം 90 days വരെ കൊടുക്കും. ഈ 90 daysനുള്ളിൽ ഞാൻ കുറ്റങ്ങൾ ചെയ്തതിന്റെ എവിഡൻസ്, ഓക്കെ, എവിഡൻസ് എന്ത് ചെയ്യണം, പോലീസ് കളക്ട് ചെയ്യണം. അങ്ങനെ എവിഡൻസ് കളക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, ബെയിൽ അഥവാ ജാമ്യത്തിൽ വിടാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ലോ. പക്ഷേ ഇവിടെ സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതായത് UAPA അണ്ടറിൽ ഇതെന്തല്ല, ബാധകമല്ല. അതായത് UAPA പ്രകാരം കുറ്റം ചുമത്തുന്ന ഒരു, അല്ലെങ്കിൽ UAPA പ്രകാരം കുറ്റം ചുമത്തിയ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തിനുള്ള അവകാശമില്ല എന്നാണ് പറയുന്നത്, ബെയിൽ അഥവാ ജാമ്യം കിട്ടാനുള്ള അവകാശം ഇല്ല എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ന്യൂസ്. നമുക്ക് നോക്കാം എന്താണ് UAPA എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1967 എന്ത് ചെയ്യുന്നത്, ഈ നിയമം നിലവിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് അല്ലെ, നമ്മുടെ രാജ്യത്തിനെതിരായിട്ടുള്ള ആക്ടിവിറ്റീസ് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ടെററിസം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെയുള്ള നിയമമാണ് ഏതെന്ന് വിളിക്കുന്നത്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് വാസ് അമെൻഡഡ് സെവറൽ ടൈംസ്, മോസ്റ്റ് റീസെന്റ് ഇൻ 2019. ഈ നിയമത്തിൽ നമ്മൾ ഒരുപാട് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട്, വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം വ്യത്യാസം വരുത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്, 2019 എന്ത് ചെയ്യുന്നത്, ഏറ്റവും അവസാനം വ്യത്യാസം വരുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിന്റെ ഒക്കെ അണ്ടറിൽ വരുന്ന ആളുകളെയാണ് ഇതിൽ പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ടെററിസ്റ്റ് ഫൈനാൻസിങ്, സൈബർ ടെററിസം, ഇൻഡിവിജ്വൽ ഡെസിഗ്നേഷൻ ആൻഡ് സീസർ ഓഫ് പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്, UAPA അണ്ടറിൽ വരുന്നത്. ഇറ്റ് empowers നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രോസ്പെക്ട്സ് കേസസ് അണ്ടർ UAPA അക്രോസ് ദ കൺട്രി. അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന ആരായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും, NIA അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിരിക്കും അല്ലെ. നമ്മൾ കഴിഞ്ഞ വീക്കിൽ NIA കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീക്കത്തെ കറണ്ട് അഫയേഴ്സിൽ. സോ അതുകൊണ്ട് ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ബ്രീഫായിട്ട് നമ്മൾ പോകുന്നില്ല. ആൻഡ് it provided for the death penalty and life imprisonment as the highest punishment for terrorist act. അതായത് ഇതിൽ ടെററിസ്റ്റ് ആക്ടുകൾക്ക് വരുന്ന ഏറ്റവും വലിയ പണിഷ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ എന്തായിരിക്കും, ഡെത്ത് പെനാൽറ്റി. ഓക്കെ, ഒന്നെങ്കിൽ എന്തായിരിക്കും, ഡെത്ത് പെനാൽറ്റി ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ലൈഫ് ഇംപ്രിസൺമെന്റ് ആയിരിക്കും. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് എന്ത് ചെയ്യുക, ഹയസ്റ്റ് പണിഷ്മെന്റ് ആയിട്ട് ഏതിന്റെ അണ്ടറിൽ കൊടുക്കുക, UAPA അണ്ടറിൽ കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. And it allows for the detention of suspect without charge or trial up to 118 days and the denial of bail to the accused unless the court is satisfied they are not guilty. അതായത് എന്താണ്, 180 ദിവസം വരെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ 90 ദിവസമാണ് എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം കസ്റ്റഡിയിൽ വയ്ക്കുക. നമ്മുടെ പഴയ നിയമപ്രകാരം അഥവാ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം നമുക്കറിയാം ജൂൺ 1 കൂടി ഇന്ത്യൻ പീനൽ കോഡ് ആകാൻ പോവാണ്. പക്ഷെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, 180 ദിവസം വരെ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റഡിയിൽ വെക്കാൻ പറ്റും. ഇനി
എന്താണ് പറയുന്നത്? ഇത് അക്യൂസ്ഡ് അൺലെസ് ദ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ആർ നോട്ട് ഗിൽറ്റി അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, അത് ബെയിലായാലും മറ്റു കാര്യങ്ങളിലേക്കും ആരും മൂവ് ചെയ്യുള്ളൂ? കോടതി മൂവ് ചെയ്യുള്ളൂ. ഇറ്റ് ഡിനൈസ് അൺലോഫുൾ ആക്ടിവിറ്റി ആസ് എനി ആക്ഷൻ ദ സപ്പോർട്ട് ഇൻസൈറ്റ്സ് ദ സെഷൻ ഓർ സക്സഷൻ ഓഫ് എനി പാർട്ട് ഓഫ് ഇന്ത്യ ഓർ ദാറ്റ് ക്വസ്റ്റ്യൻസ് ഓർ ഡിസ്റെസ്പെക്ട് ഇറ്റ്സ് സോവേണിറ്റി ആൻഡ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനെതിരായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഐക്യത്തിനെതിരായിട്ട്, അഖണ്ഡതയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ സഹായിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഏറ്റവും വലിയ ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് it defines terrorism as any act that causes or intends to cause death or injury to any person or damages destruction to any property or that threatens the unity, security or economic stability of India or any other country. Okay. അതുപോലെ തന്നെ എന്താണ് ടെററിസം എന്ന്, അല്ലെങ്കിൽ എന്താണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മരണത്തിന് എങ്ങനെ കാരണമാവുന്നു, ഇഞ്ചറി ഏൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രോപ്പർട്ടി നശിപ്പിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഇന്ത്യ ഫ്രണ്ട്ലി റിലേഷൻസ് ഉള്ള രാജ്യങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കൊടുക്കേണ്ട കുറ്റങ്ങളെ കുറിച്ചൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. UAPA വളരെ കൃത്യമായി പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ക്ലിയർ? Any doubts? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ആദ്യം മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മധുരി മനോസ, ഓക്കെ ഫൈൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ന്യൂസ് FDI. ഓക്കെ, എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏത്? FDI എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, FPI എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതും ബന്ധപ്പെട്ടിരിക്കുന്ന ഇന്റർ യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ന്യൂസും വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, എന്താണ് ഇന്റർ ബഡ്ജറ്റും യൂണിയൻ ബഡ്ജറ്റും തമ്മിലുള്ള വ്യത്യാസം? ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്, അറിയാത്തവർ എന്ത് ചെയ്യുക? അത് പോയി കാണാം. ഇനി നമുക്ക് നോക്കാം എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് എ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് FDI ഈസ് എൻ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ എ ഫേം ഓർ ഇൻഡിവിജ്വൽ ഇൻ വൺ കൺട്രി ഇൻ ടു ബിസിനസ് ഇൻട്രസ്റ്റ് ലൊക്കേറ്റഡ് ഇൻ അനദർ കൺട്രി. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു രാജ്യത്തെ വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇത് ഇപ്പൊ ഇന്ത്യ എന്നുള്ള രാജ്യമാണെന്ന് വെക്കുക. ഓക്കെ, ഇന്ത്യ എന്നുള്ള രാജ്യത്ത് എന്തുണ്ട്? ഒരുപാട് കമ്പനീസ് ഉണ്ട് അല്ലെ? നമുക്കറിയാം ഒരുപാട് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ മറ്റൊരു രാജ്യത്ത് എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വെക്കാം. ഉദാഹരണമായിട്ട് ജപ്പാൻ. ഇനി ഫോർ എക്സാമ്പിൾ ജപ്പാനിലെ ഒരു കമ്പനിയാണ്, ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സുസുക്കി. ജപ്പാനിലെ ഒരു കമ്പനിയാണ് ഏതെന്ന് വിളിക്കുന്നത്? സുസുക്കി എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ആയിരുന്നു ഏത് എന്ന് വിളിക്കുന്നത്? മാരുതി ഉദ്യോഗ് ലിമിറ്റഡ്. ഓക്കെ, ഇത് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയായിരുന്നു. മാരുതി ഉദ്യോഗ് ലിമിറ്റഡ് അവരുടെ കമ്പനിയാണ്. ഇന്ത്യയിൽ സുസുക്കി എന്ന് പറയുന്നത് എന്താണ്? ജപ്പാനിലെ കമ്പനിയാണ്. അപ്പൊ സുസുക്കി എന്ത് ചെയ്യുന്നു? ഈ മാരുതി ഉദ്യോഗ് ലിമിറ്റഡിന്റെ 51% ഷെയറുകൾ ആര് വാങ്ങുന്നു? സുസുക്കി പ്രൈവറ്റ് ലിമിറ്റഡ് വാങ്ങുന്നു അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ കമ്പനി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പേരിലാണ്? മാരുതി സുസുക്കി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ? മാരുതി സുസുക്കി പ്രൈവറ്റ് ലിമിറ്റഡ്. ദിസ് ഈസ് ദ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് പുറം രാജ്യത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഒരു കമ്പനിയോ എന്ത് ചെയ്യുന്നു? ഒരു ഇന്ത്യൻ കമ്പനിയിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, അതും എങ്ങനെയായിരിക്കണം? ഈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്ന ലോങ് ടേം ആയിരിക്കണം. ഓക്കെ, എന്തായിരിക്കണം? ലോങ് ടേം. ഇപ്പൊ ഒരിക്കലും ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ പകുതിയിലധികം ഷെയറുകൾ 1-2 ദിവസത്തിനോ ഒരു കൊല്ലത്തിനോ വേണ്ടി വാങ്ങില്ല. അത് ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇതിനെ അപ്പൊ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്.
And some common ones included establishing a subsidiary in another country, acquiring or merging with an existing foreign company, or starting a joint venture partnership with a foreign company. Okay, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്പനി എന്ത് ചെയ്യാം, ഈ രാജ്യത്ത് ഒരു കമ്പനി ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കമ്പനിയുമായിട്ട് എന്ത് ചെയ്യാം, മെർജ് ചെയ്യാം എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്? ഇത്തരം കമ്പനികളുടെ പ്രത്യേകതയാണ്. Apart from being critical driver of economic growth, FDI has been major non-debt financial resources for the economic development of India. അതായത് ഇന്ത്യയുടെ എക്കോണമിക് ഡെവലപ്മെന്റിനെ ഇത് വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ കമ്പനി നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എക്കോണമിക് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ഉദാഹരണമായിട്ട് നമുക്കിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ ട്രേഡ് ചെയ്യണം എന്ന് വെക്കാം. ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യണം, ട്രേഡ് ചെയ്യണം എന്ന് വെക്കുക. ഉദാഹരണമായിട്ട് എക്സ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യത്തേക്ക് എന്ത് വരുള്ളൂ, ഫോറിൻ കറൻസികൾ വരുള്ളൂ. പക്ഷെ നമുക്കറിയാം, ഇന്ത്യ എന്ന് വിളിക്കുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്, അല്ലെ? അതായത് നമുക്ക് എക്സ്പോർട്ടിനേക്കാൾ കൂടുതലുള്ള എന്താണ്, ഇമ്പോർട്ടാണ്, അല്ലെ? എക്സ്പോർട്ടിനേക്കാൾ കൂടുതലുള്ള എന്താണ്, ഇമ്പോർട്ടാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സ്പോർട്ട് ഒരു 100 കോടി രൂപയ്ക്ക് ചെയ്യുന്നു എന്ന് വയ്ക്കാം. അതേസമയം ഇമ്പോർട്ട് ഒരു 200 കോടി രൂപയ്ക്കും ചെയ്യുന്നു എന്ന് വയ്ക്കുക. ക്ലിയർ? അപ്പോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 100 കോടി ഫോറിൻ കറൻസി നമ്മുടെ കൈകളിലേക്ക് എത്തി. പക്ഷേ ഇമ്പോർട്ട് ചെയ്തപ്പോൾ 200 കോടി ഫോറിൻ കറൻസി നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, വ്യത്യാസം വന്നു. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് ആയ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ്, ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുക. ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാതെയോ. അപ്പൊ ഇന്ത്യയിലേക്ക് ഫോറിൻ കറൻസി എത്തിക്കാനുള്ള മറ്റൊരു മെത്തേഡാണ് ഏത് എന്ന് വിളിക്കുന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിലെ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ രീതിയിൽ പണം ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ രാജ്യത്തിന്റെ എന്ത് ചെയ്യും, ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, നഷ്ടമാവും. ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് കാരണമാവും. ഇനി FDI പോലെ തന്നെ ഉള്ളതാണ് ഏത്, FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി FDIയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഓക്കെ, ലോങ് ടേമിലേക്കുള്ളതാണ്. FPI എന്ന് പറയുന്നത് എന്താണ്, ഒരു ഷോർട്ട് ടേമിലേക്കുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വിദേശ കറൻസികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ, അത് നമ്മുടെ രാജ്യത്തെ ഒരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റേനെ ഏറ്റെടുത്തോട്ട് എത്തുമ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇതിനെ സഹായിക്കുമെന്നാണ് പറയുന്നത്, എക്കോണമിക് ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു രാജ്യത്തിന്റെ എന്ത് ചെയ്യും, എക്കോണമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, സഹായിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ? എനി ഡൗട്ട്സ്? ഇതുകൊണ്ടാണ് ഇന്ത്യ ഏതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ ആണോ? എങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് കൊണ്ടുവരുന്നത്, എക്കോണമിക് ഗ്രോത്ത് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എക്കോണമിക് ഗ്രോത്ത് മാത്രമല്ല, ഇനി ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റുകൾ വരുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, മറ്റ് രാജ്യങ്ങളുടെ ടെക്നോളജി, അല്ലേ, ഇതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ രാജ്യത്തേക്ക് എത്തും. അത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തിനെ സഹായിക്കുന്നുണ്ട്, ഡെവലപ്മെന്റിനെ സഹായിക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മുടെ വിഷയം ഇപ്പോൾ എക്കോണമിക് ഡെവലപ്മെന്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിൽ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ രീതിയിൽ സഹായകമാവുന്ന ഏതിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, എക്കോണമിക് ഡെവലപ്മെന്റിനാണ് സഹായകമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഒന്നുമില്ലാതെ ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ജൂട്ട് എന്നാണ്. റീസെന്റ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലേബർ, ടെക്സ്റ്റൈൽ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇന്ത്യ പ്രസന്റ് ദ 53rd റിപ്പോർട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ജൂട്ട് ഇൻഡസ്ട്രി. അതായത് എന്താണ്, നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലേബർ. ഓക്കെ, എന്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ലേബർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്താണ്, ഡെവലപ്മെന്റ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ജൂട്ട് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതാണ് ന്യൂസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ജൂട്ടിന്റെ കീ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണമായിട്ട് ജൂട്ട് വളരണമെന്നുണ്ടെങ്കിൽ, ജൂട്ട് വളരണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ള ക്ലൈമറ്റ് കണ്ടീഷൻസ് ആണ് നമുക്ക് ആവശ്യം? ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 25 ഡിഗ്രി സെൽഷ്യസ് മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെയിൻഫോൾ ഏകദേശം 150 സെന്റിമീറ്റർ മുതൽ 250 സെന്റിമീറ്റർ വരെയാണ് വേണ്ടത്.
സോയിൽ ടൈപ്പ് എന്ന് പറയുന്നതാണ് വെൽ ഡ്രൈൻഡ് അലൂവിയൽ സോയിൽ ആണ് ഏതിന് ആവശ്യം? ജൂട്ടിന് ആവശ്യം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയാണ്? 25°C മുതൽ 35°C വരെ. റെയിൻഫോൾ വേണ്ടത് 150 മുതൽ 250 സെന്റിമീറ്റർ വരെ. ഇനി സോയിൽ ടൈപ്പ് എന്താണ്? വെൽ ഡ്രൈൻഡ് അലൂവിയൽ സോയിൽ ആണ് ഏതിന് ആവശ്യം? ജൂട്ടിന് ആവശ്യമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എവിടേക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ജൂട്ടിന്റെ ഒരു ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ്. പക്ഷെ ഒന്നാം സ്ഥാനത്തല്ല. ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ എവിടേക്കാണ്? ബംഗ്ലാദേശിലും ചൈനയിലുമാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ്? ഇന്ത്യക്കുള്ളത്. ആൻഡ് ഹൗഎവർ ഇൻ ദ ടേംസ് acreage and trade, Bangladesh takes lead, accounting for the 3/4 of the global jute exports in the comparison of India's 7%. And jute crop cultivation is concentrated in 3 states, namely West Bengal, Assam, Bihar, accounting for 99% of the production. അതായത് ഇന്ത്യയിലെ ജൂട്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രധാനമായിട്ടും 3 സ്റ്റേറ്റുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഒന്ന് ഏതാണ്? വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ എന്താണ്? ആസാം. ശ്രദ്ധിക്കുക, ആസാമില് ഏതും കൂടി ഫേമസ് ആണ്? ടീ കൂടി ഫേമസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ബീഹാർ. അങ്ങനെ 3 സ്റ്റേറ്റുകളെയാണ് പ്രധാനമായിട്ടും ഇത് ആശ്രയിക്കുന്ന. ടോട്ടൽ പ്രൊഡക്ഷന്റെ 99% എവിടെ നിന്നാണ്? ഈ 3 സ്റ്റേറ്റുകളിൽ നിന്നാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ ദ ഈസ്റ്റേൺ ഇന്ത്യ ബിക്കോസ് ഓഫ് ദ റിച്ച് അലൂവിയൽ സോയിൽ ആൻഡ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ. ഇത് പ്രധാനമായിട്ട് എവിടെയാണ് കാണപ്പെടുക? വേറെ എവിടെയല്ല. എവിടെയാണ്? ഈസ്റ്റേൺ ഇന്ത്യയിലാണ് കാണപ്പെടുക. കാരണം അവിടെ എന്താണ്? അലുവിയൽ സോയിൽ എന്താണ്? വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ എന്താണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ കാണപ്പെടുന്ന അവിടെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? ഈസ്റ്റേൺ ഇന്ത്യയിലാണ്. അതിൽ തന്നെ 3 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എവിടെയൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ ഉണ്ട്, അതുപോലെ തന്നെ ആസാം ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? ബീഹാർ. ക്ലിയർ? ഇനി ഇതിന്റെ യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്നുള്ള പേരിലാണ്. ഓക്കെ, എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗോൾഡൻ ഫൈബർ എന്നുള്ള പേരിലാണ് ഏതറിയപ്പെടുന്നത്? ജൂട്ട്. അപ്പൊ ജൂട്ട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഗോൾഡൻ ഫൈബർ എന്നുള്ള പേരിൽ ആരറിയപ്പെടുന്നുണ്ട്? ജൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതൊക്കെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഗിന്നി ബാഗ്സ്, മാറ്റ്സ്, റോപ്സ്, യാൺ, കാർപ്പറ്റ്സ്, അതുപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ജൂട്ട് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ജൂട്ട് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പേരിലാണ്? ഗോൾഡൻ ഫൈബർ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പ്രധാനമായും പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ആസാം, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, Janapith Award. The Janapith Selection Committee announced the 58 Janapith Award will be given to 2 writers, Sanskrit scholar Jagat Guru Rama Bhattacharya and Urdu poet lyrics Gulzar for 2023. Okay, 2023 ജനപിത് അവാർഡ് 2 പേർക്കാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ന്യൂസ് എന്താണ്? ജഗത് ഗുരു, രാമ ഭട്ടാചാര്യ ആൻഡ് ഉറുദു പോയറ്റ് ആയിരുന്ന എന്താണ്? ഗുൽസാറിനുമാണ് ഇത് കിട്ടിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ജനപിത് അവാർഡ് എന്നാണ് നോക്കാനുള്ളത്. ദ ജനപിത് അവാർഡ് ഈസ് ദ ഇന്ത്യസ് ഓൾഡസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നും അതുപോലെ തന്നെ ഏറ്റവും വലിയ ലിറ്റററി അവാർഡാണ് ഏത് എന്ന് വിളിക്കുന്നത്? ജനപിത് അവാർഡ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഗിവൻ ആനുവലി ടു ആൻ ഓഥർ ഫോർ ദെയർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ലിറ്ററേച്ചർ. The award was established in 1961 and first awarded in 1965. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓരോ വർഷവുമാണ് ഇത് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഏതില്? ലിറ്ററേച്ചറിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ. ഒരു ഓഥർക്ക് ലിറ്ററേച്ചറിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ആണ് ഇത് എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത്. 1961 എന്ത് ചെയ്യുന്നത്? ഇതിന് തുടക്കം കുറിക്കുന്നത്. ആദ്യത്തെ അവാർഡ് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ്? 1965 എന്ത് ചെയ്യുന്നത്? ആദ്യത്തെ അവാർഡ് കൊടുക്കുന്നത്. And the award considered both English and other Indian languages. However, eligibility is restricted to Indian citizens. It's not given to posthumously. അതായത് എന്താണ്? ഇത് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള അതർ ലാംഗ്വേജസിനെയും കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് അവാർഡ് കൊടുക്കുന്നത്. എങ്കിൽ പോലും ആർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ? ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഈ അവാർഡ് നമ്മൾ കൊടുക്കാറുള്ളൂ. നമുക്കറിയാം, എല്ലാ അവാർഡ്സ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ സിറ്റിസൺസ് അല്ല, പക്ഷേ ഇതെന്താണ്? എക്സ്ക്ലൂസീവ്ലി ഫോർ ഇന്ത്യൻ സിറ്റിസൺ ആണെന്നുള്ളതാണ്. And it is presented by Bharatiya Janapith to recognize outstanding contribution to Indian literature. Bharatiya Janapith, established in 1954 by Sahu Shanti Prasad Jain and his wife Rama Jain. അതായത് എന്താണ്?
ഭാരതീയ ജനതയുടെ ഓർമ്മയ്ക്കാണ് ഇത് കൊടുക്കുന്നത്. 1944 എന്ത് ചെയ്യുന്നത് ഇതിന് തുടക്കം കുറിക്കുന്ന ആരാണ് തുടക്കം കുറിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഹു ശാന്തി പ്രസാദ് ജെയിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന രമ ജെയിനുമാണ് എന്ത് ചെയ്യുന്നത് ഇത് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഇതെന്താണ് ഒരു പ്രസ്റ്റീജിയസ് ലിറ്റററി ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ദിസ് ഈസ് ദ അവാർഡ്. അതിന്റെ ഒരു ഇമേജ് ഇൻക്ലൂഡ് ചെയ്താണ്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, കൊസോവോ. Recently, the Kosovo achieved a significant milestone after facing delays in Schengen approval. It has been secured visa-free access to the Schengen zone, the world's largest area of free movement. Okay. കൊസോവോ ആണ് ഇപ്രാവശ്യം ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ് കൊസോവോ ന്യൂസിൽ വരാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉദാഹരണമായിട്ട് അവർക്ക് ഷെങ്കൻ അപ്രൂവൽ കിട്ടി. ഓക്കെ, എന്താണ് ഷെങ്കൻ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാർജസ്റ്റ് ഏരിയ ഓഫ് ഫ്രീ മൂവ്മെന്റ് ആണ് ഏത് ഷെങ്കൻ എന്ന് വിളിക്കുന്നത്. ഇനി കൊസോവയെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. കൊസോവോ വിച്ച് ഹാസ് മെജോറിറ്റി അൽബേനിയൻ പോപ്പുലേഷൻ ആൻഡ് മൈനോറിറ്റി ഓഫ് സെർബ്സ് ഈസ് എ ലാൻഡ് ലോക്ക്ഡ് റീജിയൻ ബോർഡേഡ് ബൈ അൽബേനിയ, മക്ഡോണിയ, സെർബിയ ആൻഡ് മോണ്ടിനീഗ്രോ. അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ് അൽബേനിയൻ പോപ്പുലേഷൻ ആണ്, മൈനോറിറ്റി ആരാണ് സെർബ്സ് ആണ്. അതുപോലെ തന്നെ ഇതൊരു ലാൻഡ് ലോക്ക്ഡ് റീജിയൻ ആണ്. ആരൊക്കെയാണ് ലാൻഡ് ലോക്ക്ഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നാലുപാടും എന്തുണ്ട് മറ്റു രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അൽബേനിയ, മക്ഡോണിയ, സെർബിയ ആൻഡ് മോണ്ടിനീഗ്രോ ആണ് എന്താണ് ഇതിന്റെ ചുറ്റും എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിന്റെ ക്യാപിറ്റൽ അതുപോലെ തന്നെ ലാർജസ്റ്റ് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രിസ്റ്റീനയാണ്. അക്കോർഡിംഗ് ടു വേൾഡ് ബാങ്ക്, കൊസോവോ ഈസ് ദ പാർലമെന്ററി റിപ്പബ്ലിക് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ഇൻകം കൺട്രി. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം എന്താണ് കൊസോവോ എന്ന് പറയുന്നത് ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കൻ രാജ്യമാണ്. അതുപോലെ തന്നെ എന്താണ് അപ്പർ മിഡിൽ ഇൻകം കൺട്രി കൂടിയാണ്. ആൻഡ് ഇറ്റ് ഡിക്ലെയർഡ് ഇൻഡിപെൻഡൻസ് ഫ്രം സെർബിയ ഓൺ 7th February 2008. ഇത് സെർബിയയുടെ ഭാഗമായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു 2008 ഫെബ്രുവരി 17 എന്ത് ചെയ്തു ഇവരെന്ത് ചെയ്യുന്നു ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ചായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈസ് റിയോർഗനൈസ്ഡ് ആസ് ആൻ ഇൻഡിപെൻഡന്റ് കൺട്രി ബൈ മോർ ദാൻ 100 യുണൈറ്റഡ് നേഷൻസ്. UN-ലെ ഏകദേശം 100-ലധികം രാജ്യങ്ങൾ ഇവരെന്തായി കണക്കാക്കുന്നുണ്ട് ഇൻഡിപെൻഡന്റ് നാഷൻ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ, ബ്രസീൽ, ചൈന, റഷ്യ, മെക്സിക്കോ തുടങ്ങിയവർ കൊസോവയെ എന്തായി കണക്കാക്കുന്നില്ല ഒരു ഇൻഡിപെൻഡന്റ് നാഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല കണക്കാക്കുന്നില്ല. ആൾസോ ഇന്ത്യ അടക്കം എന്ത് ചെയ്യുന്നില്ല ഒരു ഇൻഡിപെൻഡന്റ് നാഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല കണക്കാക്കുന്നില്ല. However, Serbia does not recognize Kosovo as an independent state and continues to claim it as autonomous province of Kosovo and Modahija. അതുപോലെ തന്നെ സെർബിയയും ഇതിനെ എന്താക്കി കണക്കാക്കുന്നില്ല ഒരു ഇൻഡിപെൻഡന്റ് നാഷനായി കണക്കാക്കുന്നില്ല, മറിച്ച് എന്താണ് ഒരു ഓട്ടോണോമസ് പ്രൊവിൻസ് ആയിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കണക്കാക്കുന്നു എന്നുള്ളതാണ് ന്യൂസ്. ക്ലിയർ? ഇതാണ് അതിന്റെ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് കൊസോവോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞത് എന്താണ് ഒരു ലാൻഡ് ലോക്ക്ഡ് ആണ്. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 4 ഭാഗങ്ങളും ചുറ്റപ്പെട്ടതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ലാൻഡ് ലോക്ക്ഡ്. കൊസോവോ എന്ന് പറയുന്നത് എന്താണ് ലാൻഡ് ലോക്ക്ഡ് ആണ്. ഓക്കെ, ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു the question from geography. സോ ഇത് നിങ്ങൾ എങ്ങനെ തന്നെ പഠിക്കുക മാപ്പ് ബേസ് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും എന്ത് ചെയ്യുക മാപ്പ് ബേസ് ചെയ്തിട്ട് തന്നെ വേണം എന്ത് ചെയ്യാൻ ഈ ഒരു ഇത്തരം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിക്കാൻ. നമ്മളിപ്പോ SSC ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നമുക്കറിയാം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് പലപ്പോഴും നമ്മൾ ന്യൂസിൽ കാണുന്ന ഇത്തരം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അറ്റ്ലസിൽ എന്ത് ചെയ്യണം ഇത് അടയാളപ്പെടുത്തിയിരിക്കണം. ക്ലിയർ? അങ്ങനെ അടയാളപ്പെടുത്താനുള്ള ഒരു പ്ലേസ് ആണ് ഇത് കൊസോവോ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ക്ലിയർ? എനി ഡൗട്ട്സ്? ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ദ നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യൻ നാഷണൽ യങ് അക്കാദമി ഓഫ് സയൻസ്. എന്താണ് ഈ ന്യൂസ് വരാൻ കാരണം? ദ ഇന്ത്യൻ നാഷണൽ യങ് അക്കാദമി ഓഫ് സയൻസ് INYAS റീസെന്റ് ഹെൽഡ് 9th ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് സിൻസ് ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ 2014 INYAS ഹാസ് ബീൻ sole reorganized academy for young scientists in India dedicated to fostering science education and networking among young scientists. അതായത് 2014 എന്ത് ചെയ്യുന്നത് ഇവർക്ക് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയിലെ യങ് സയന്റിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് INYAS എന്താണ് ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ആൻഡ് CSIR National Institute of Science and Communication Policy Research is one of the constant laboratories of the Council of Scientists and Industrial Research under the Ministry of Science and Technology, Government of India. അതുപോലെ തന്നെ
വരുന്ന എന്താണ് CSIR അഥവാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പോളിസി റിസർച്ച് ലബോറട്ടറീസ് ആരുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് വരുന്നത്. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, മിനിസ്ട്രീസ് എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ സയൻസ് കമ്മ്യൂണിക്കേഷൻ എവിഡൻസ് ബേസ്ഡ് പോളിസി റിസർച്ച് ആൻഡ് സ്റ്റഡീസ് പബ്ലിഷിംഗ് റേഞ്ചസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് conducting research on various topics such as science policy, innovation system and science diplomacy. അതായത് ഇവരെന്താണ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുക, പോളിസി റിസർച്ചുകൾ, സ്റ്റഡീസ്, പബ്ലിഷിങ്ങുകൾ, മെറ്റീരിയൽസ് തുടങ്ങിയവ എന്ത് ചെയ്യുക, നിർമ്മിക്കുക. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു സയൻസ് ഡിപ്ലോമസി അല്ലെങ്കിൽ എന്താണ് സയൻസ് ഫീൽഡിൽ മാക്സിമം കോൺട്രിബ്യൂഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്ന ഇവരുടെ ലക്ഷ്യം എന്നായി എന്ത് ചെയ്യുന്നത് കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ക്ലിയർ? നെക്സ്റ്റ് വൺ, ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് 2024. ഇതാണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ. എന്താണ്? ദ ഇന്ത്യൻ വുമൻസ് badminton team led by the PV Sindhu and Anmol Kaur won a historic gold medal on the Badminton Asia Team Championship 2024, which held in the Shah Alam, Malaysia from February 13 to 18. അതായത് ഫെബ്രുവരി 13 മുതൽ 18 വരെ കണ്ടക്ട് ചെയ്തതാണ് ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ലീഡ് ചെയ്ത് നമ്മളെ PV സിന്ധു ആയിരുന്നു, അതുപോലെ തന്നെ അനുമോൾ ഖാബ് ആയിരുന്നു. അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി എന്താണ്? ഇറ്റ് വാസ് ദ ഇന്ത്യസ് ഫസ്റ്റ് എവർ ഗോൾഡ് മെഡൽ അറ്റ് ദ ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ്. ദ ഇന്ത്യൻ മെൻ ടീം ഹാവ് പ്രീവിയസ്ലി വോൺ 2 ബ്രോൺസ് 2016 ആൻഡ് 2020. അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗോൾഡ് മെഡലാണ് ഇത് ഏതില്? ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പിൽ. ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ മെൻസ് ടീം എന്ത് ചെയ്തിരുന്നു? ബ്രോൺസ് നേടിയിരുന്നു. ഏതൊക്കെ വർഷങ്ങളിൽ? 2016 അതുപോലെ തന്നെ 2020. The tournament was organized by Badminton Asia along with the Badminton Association of Malaysia, the host organizer. അതായത് എന്താണ് ഇത് ഓർഗനൈസ് ചെയ്ത ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബാഡ്മിന്റൺ ഏഷ്യയും അതുപോലെ തന്നെ എന്താണ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് മലേഷ്യയും കൂടി ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഓർഗനൈസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ബാഡ്മിന്റൺ ഏഷ്യ is the governing body of the badminton sports in Asia under the flagship the Badminton World Federation. അതായത് ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അണ്ടറിൽ ഏഷ്യയിലെ സ്പോർട്സിനെ ലീഡ് ചെയ്യുന്ന, ബാഡ്മിന്റനെ ലീഡ് ചെയ്യുന്ന ടീമാണ് ഏത് എന്ന് വിളിക്കുന്നത്? ബാഡ്മിന്റൺ ഏഷ്യ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ പ്രൊമോട്ടിംഗ്, മാനേജിംഗ് ആൻഡ് ഡെവലപ്പിംഗ് സ്പോർട്സ് ഇൻ ഏഷ്യ വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് സ്പെസിഫൈഡ് ആൻഡ് യൂണിവേഴ്സാലിറ്റി. അതായത് എന്ത് ചെയ്യുക? ഏഷ്യയിലെ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ ലക്ഷ്യമാണ്. In 2024, Badminton Asia Championship offered valuable praise to Paris 2024 ranking points. The points are crucial for the shelters who want to compete in the 2024 Paris Olympics. The 2024 Badminton Asia Team Championship also served a qualifying tournament for the 2024 Thomas Uber Cup Finals, which will take place in the Chengdu, China. അതായത് ഇവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട്? 2024 എന്താണ് ബാഡ്മിന്റൺ ഏഷ്യ ടീം ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? 2024 പാരീസിൽ റേസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈന ചെങ്കുൽ എന്ത് ചെയ്തിട്ടുണ്ട്? തോമസ് ആൻഡ് ഊബർ കപ്പ് ഫൈനൽസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏഷ്യയിൽ എന്ത് ചെയ്യുക? സ്പോർട്സിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഏതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ന്യൂസ് എന്താണ്? സുഫ്ലാം 2024. ഓക്കെ, എന്താണ് പറയുന്നത്? Suvla, startup form for aspiring leaders and mentors 2024 catalyzed transformative discussions shaping the trajectory of the food processing industry towards the innovation-driven growth and fostering collaborations among startup industry and academia. It was inaugurated by Union Ministry of Food and Processing Industry. അതായത് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി ഏതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്? സ്റ്റാർട്ടപ്പ് ഫോം ഫോർ ആസ്പയറിംഗ് ലീഡേഴ്സ് ആൻഡ് മെന്റേഴ്സ് 2024 എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച്. The event including knowledge sessions on startup overview, food regulations and business and financial modeling startup. The panel discussion on transforming food system focused on diversification of raw materials, climate resilient options and creativity in the entrepreneurship to meet food safety standards and optimize supply chains. അതായത് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കണക്റ്റഡ് ടു ഫുഡ്. അതായത് ഫുഡ് റെഗുലേഷൻസിനെ കുറിച്ച്, അതിൽ നിന്നുള്ള ബിസിനസ് ആശയങ്ങളെ കുറിച്ച്, അതുപോലെ തന്നെ ഇതിന്റെ അണ്ടറിൽ എങ്ങനെ മാക്സിമം ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് മാക്സിമം എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം
യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഇത് തന്നെയാണ്. ആൻഡ് സ്റ്റാർട്ടപ്പ് were encouraged to play proactive role in the sourcing quality of raw materials, collecting with the farmers and venturing into the protein rich food and sustainable packaging. അതായത് ഇതിന്റെ ലക്ഷ്യം എന്താണ്? കർഷകരിൽ നിന്ന് എന്ത് ചെയ്യുക, നേരിട്ട് പ്രൊഡക്റ്റ്, അതായത് മീഡിയേറ്റേഴ്സ് ഇല്ലാതെ കർഷകരിൽ നിന്ന് എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസ് ഡയറക്റ്റ് കളക്ട് ചെയ്ത് പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇവരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. Okay, the two pitching sessions provide opportunities for startup present their ideas to panel experts and receive mentoring support. ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും എന്ത് ചെയ്യാം, അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാം, അതിനുള്ള സപ്പോർട്ടൊക്കെ എന്ത് ചെയ്യും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. അതിനുവേണ്ടി തുടങ്ങിയ ഒരു ആശയമാണ് ഇത്. ഓക്കെ, ഗവൺമെന്റ് ഏറ്റവും പുതിയ ആശയങ്ങളിൽ ഒന്നാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ ഓഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, RPF. ഓക്കെ, ശ്രദ്ധിക്കുക, RPF എന്നുള്ള ന്യൂസിൽ വന്നത് കൊണ്ട് പറയാണ്, നോട്ട് അണ്ടർ കറണ്ട് അഫെയർ, ജനറൽ അവയർനെസ്. അതായത് കുറച്ച് ദിവസം മുമ്പ് പേപ്പറിൽ RPF റിക്രൂട്ട്മെന്റ് വിളിച്ചു എന്ന് പറഞ്ഞൊരു പരസ്യം വന്നിരുന്നു. അപ്ലൈ ചെയ്യാനുള്ള ശ്രദ്ധിക്കുക. കേരള പോലീസിന്റെ പുതിയ അപ്ഡേഷൻ ഉണ്ട്. ഇത്തരമൊരു ന്യൂസ് ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അങ്ങനെ ആരെങ്കിലും ഇനിയിപ്പോ മീൻസ് ഇതിനു മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, ഫേക്ക് ലിങ്കുകളൊക്കെ വെച്ച് അപ്ലിക്കേഷന്റെ പൈസ മേടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എപ്പോഴും ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഉറപ്പുവരുത്തുക. നമുക്ക് ന്യൂസിലേക്ക് പോവാം. എന്താണ് ന്യൂസ്? The Railway Protection Force, RPF, is unwavering on its commitment to the safeguarding railway property, passenger areas and well-being of travels. അതായത് RPFന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, റെയിൽവേ പ്രോപ്പർട്ടി സംരക്ഷിക്കുക, പാസഞ്ചേഴ്സിന്റെ സംരക്ഷണം, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ട്രാവലേഴ്സിന്റെ സംരക്ഷണമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. എന്താണ്, RPF made certain commendable achievements under the several operations run by the safety, securing comfort of passengers. അതായത് RPF പല രീതിയിലുള്ള ഓപ്പറേഷൻസ് എന്ത് ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, RPF ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാനുള്ള പലതും അവരുടെ ഓപ്പറേഷൻസ് ആണ്. ആദ്യത്തെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നൻഹി പെർട്ടസി. എന്താണ്, റിട്ടേണിംഗ് ലോസ്റ്റ് ചിൽഡ്രൻ വിത്ത് ദയർ ഫാമിലീസ്. അതായത് നഷ്ടപ്പെട്ട കുട്ടികളെ വീണ്ടും തിരിച്ചെത്തിക്കുക എന്നുള്ള പ്രൊജക്ട് ആണ്. ആൻഡ് ഓപ്പറേഷൻ ജീവൻ രക്ഷ. എന്താണ് ഓപ്പറേഷൻ ജീവൻ രക്ഷ? സേവിംഗ് ദ ലീവ്സ് ഓഫ് പാസഞ്ചേഴ്സ് ഫ്രം ആക്സിഡൻസ് ഓൺ പ്ലാറ്റ്ഫോം ആൻഡ് റെയിൽവേ ട്രാക്സ് ആണ്. അതായത് എന്ത് ചെയ്യാണ്, ഈ റെയിൽവേ ട്രാക്കിലെ പ്ലാറ്റ്ഫോമിലൊക്കെ പെട്ട് മരിക്കുന്ന ആളുകളുടെ എന്ത് ചെയ്യുക, ജീവൻ രക്ഷിക്കുക. ആൻഡ് മേരി സഹലി ഇനിഷ്യേറ്റീവ്, പ്രൊവൈഡിംഗ് സെക്യൂരിറ്റി അഷുറൻസ് ടു ലേഡി പാസഞ്ചേഴ്സ് വിത്ത് ലീഗൽ ആക്ഷൻ ടേക്ക് അഗൈൻസ്റ്റ് വയലേറ്റേഴ്സ്. അതായത് എന്ത് ചെയ്യുക, സ്ത്രീകളുടെ സംരക്ഷണമാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇത് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരെ എന്ത് ചെയ്യുക, ആക്ഷൻസ് എടുക്കുക. ആൻഡ് ക്രാക്ക് ഡൗൺ ടു ടൗട്ട്സ്, ഓപ്പറേഷൻ ഉപ്ലബ്ധ്, arresting individuals and seizing future reserved railway tickets worth 44.46 lakhs ആണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓപ്പറേഷൻ നർക്കോസ്, അറസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് സീസിംഗ് നാർക്കോട്ടിക്സ്, നാർക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രയും കടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാം. ആൻഡ് ഓപ്പറേഷൻ യാത്രി സുരക്ഷ, അറസ്റ്റിംഗ് ക്രിമിനൽസ് ഇൻവോൾവ് ഇൻ ദ ഒഫൻസസ് അഗൈൻസ്റ്റ് റെയിൽവേ പാസഞ്ചേഴ്സ്. അതായത് റെയിൽവേ പാസഞ്ചേഴ്സിനെതിരെ എന്ത് ചെയ്യാം, ഉദാഹരണമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവരെ, ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യാത്രി സുരക്ഷ. ആൻഡ് ഓപ്പറേഷൻ സേവ, എന്താണ്, പ്രൊവൈഡിംഗ് അസിസ്റ്റൻസ് ടു എൽഡർലി, സിക്ക് ആൻഡ് ഇഞ്ചേർഡ് പാസഞ്ചേഴ്സ് ഡ്യൂറിംഗ് ദി ട്രെയിൻ ട്രാവൽസ്. അതായത് സിക്കായ അല്ലെങ്കിൽ ഇഞ്ചേർഡ് പാസഞ്ചേഴ്സിനൊക്കെ റെയിൽവേ ട്രാവൽസിന് എന്ത് ചെയ്യുക, സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഇത്, ഓപ്പറേഷൻ സേവ. ഓക്കെ, അപ്പൊ ഇത്രയും പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പേരുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്നതാണ് ഏത് എന്ന് വിളിക്കുന്നത്, ലക്ഷദ്വീപ്. The Lakshadweep proximity to international shipping routes confers on its potential to become logistics hub. The archipelago's close neighbor Mangaluru is the drawing up plans to elevate historic business ties. Okay, ഇനി എന്താണ് ലക്ഷദ്വീപ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താണ്, ഷിപ്പിംഗ് റൂട്ട്സുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ന്യൂസിൽ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാനുള്ള ലക്ഷദ്വീപിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ തന്നെ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറിയാണ് ഇത് ലക്ഷദ്വീപ് എന്ന് വിളിക്കുന്നത്. ഏകദേശം 36 ഐലാൻഡുകളും 32 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിന്റെ ഏരിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ഡിസ്ട്രിക്ട് യൂണിയൻ ടെറിട്ടറി ആൻഡ് കംപ്രൈസസ് 12 atolls, 3 reefs and 5 submerged banks and 10 inhabitants. ഐലാൻഡ്സ് അടങ്ങുന്നതാണ്. ആൻഡ് ഓൾ ഐലാൻഡ്സ് ആർ 222,440 kilometer away from the coastal city of Kochi and Kerala. ഏകദേശം കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം 220 മുതൽ 440 കിലോമീറ്റർ വരെയാണ് എന്താണ് ഐലാൻഡുകളുടെ ദൂരം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് കാണപ്പെടുന്നത്, അറേബ്യൻ സീയിലാണ് കാണപ്പെടുന്നത്.
ഇറ്റ് ഡയറക്റ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ത്രൂ ദ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഇതിൽ പ്രധാനമായിട്ടും 3 മെയിൻ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഒന്ന് ഏതാണ്? അമിൻ ദീവി ഐലാൻഡ് അഥവാ നോർത്തേൺ മോസ്റ്റ് ഐലാൻഡ്, ലക്ഷദ്വീപ് ഐലാൻഡ്, അതുപോലെ തന്നെ മിനിക്കോയ് ഐലാൻഡ്, ഇത് സദേൺ മോസ്റ്റ് ആണ്. ആൻഡ് ഓൾ ആർ ടൈനി ഐലാൻഡ് ആർ കോറൽ ഓർച്ചിൻ ആൻഡ് ആർ സറൗണ്ടഡ് ബൈ റിംഗറിംഗ് റീഫ്സ് ആൻഡ് ക്യാപിറ്റൽ ഈസ് കവരത്തി ആൻഡ് ഇറ്റ് ആൾസോ പ്രിൻസിപ്പൽ ടൗൺ ഓഫ് യൂണിയൻ ടെറിട്ടറി. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കവരത്തിയാണ്. ഇത് ക്യാപിറ്റൽ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ലക്ഷദ്വീപിന്റെ എന്താണ് മാപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊച്ചിയിൽ നിന്നാണ് എന്ത് ചെയ്യുക ഡിസ്റ്റൻസ് ഒക്കെ എന്നാണ് പറഞ്ഞത്. ഏകദേശം 220 കിലോമീറ്റർ മുതൽ എന്താണ് ഇതിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. എന്താണ് ന്യൂസ്? എന്താ? ഇന്ത്യ ഹാസ് recently taken a firm stances against the inclusion of data exclusively, closes its ongoing discussions with the European Free Trade Association for a free trade agreement. അതായത് ഇന്ത്യ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ എന്തിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കറിയാം ഡൽഹിയിൽ കർഷകരുടെ സമരം നടക്കുന്നുണ്ട്. ദ നെയിം കോൾ ഡൽഹി ചലോ അല്ലെ. അതിലെ കർഷകർ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് WTO ആയിട്ടുള്ള ഇന്ത്യയുടെ മെമ്പർഷിപ്പ് അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് മെമ്പർഷിപ്പുകൾ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു കർഷകരുടെ ഒരു വാദം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒക്കെ എന്താണ് ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ന്യൂസ് ആണ്. ഇനി എന്താണ് യൂറോപ്യൻ ട്രേഡ് അസോസിയേഷൻ? ദ EFTA ഈസ് ദ intergovernmental organization of Ireland, Liechtenstein and Norway and Switzerland. All four are not part of EU. EUവിലെ ഈ 4 ഭാഗങ്ങൾ ഇതിന്റെ ഭാഗമല്ല, ബാക്കി എല്ലാവരും ഇതിന്റെ ഭാഗമാണ്. 1960 സ്റ്റോക്ക്ഹോം കൺവെൻഷനിലാണ് ഇത് നിലവിൽ വരുന്നത്. ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് ഫ്രീ ട്രേഡ് ആൻഡ് എക്കോണമിക് ഇന്റഗ്രേഷൻ ടു ദി ബെനിഫിറ്റ് ഓഫ് 4 മെമ്പർ സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അറൌണ്ട് ദ ഗ്ലോബ്. ഓക്കെ, അതായത് എന്താണ്, ഞാൻ പറഞ്ഞു ഈ 4 രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമല്ല, പക്ഷേ ഇതിന്റെ ഭാഗമാണ്. ഇത്തരം ട്രേഡ് അസോസിയേഷൻസിന്റെ ഭാഗമാണ്. ഇവർക്ക് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകൾ അതിന്റെ ബെനിഫിറ്റ് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, EFTAയുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇതാണ് അതിന്റെ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണമായിട്ട് സ്വിറ്റ്സർലാൻഡ്, ലിച്ച്ഹാൻ ഐലാൻഡ്, നോർവേ. ക്ലിയർ? നെക്സ്റ്റ് വൺ, നാഷണൽ കോൺഫറൻസ് ഓൺ ജൽ ജീവൻ മിഷൻ ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. ഓക്കെ, 2 കാര്യങ്ങളാണ് ന്യൂസിൽ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? ജൽ ജീവൻ മിഷൻ ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ. എന്താണ്? ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ റീസെന്റ് ഓർഗനൈസ്ഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ജൽ ജീവൻ മിഷൻ ആൻഡ് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ഇൻ ലക്നൗ, ഉത്തർപ്രദേശ്. അതായത് എന്താണ്, നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, ലക്നൗ അഥവാ ഉത്തർപ്രദേശിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിലവില് നമ്മുടെ ജൽ ജീവൻ മിഷന്റെയും അതുപോലെ തന്നെ സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ന്യൂസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് ന്യൂസ്. ഇറ്റ് എയിം ടു റീച്ച് എ യൂണിഫൈഡ് അപ്രോച്ച് ടുവേർഡ്സ് ദ സസ്റ്റൈനബിൾ സൊല്യൂഷൻ ടു റൂറൽ വാഷ് സെക്ടർ. അതായത് റൂറൽ വാഷ് സെക്ടറിൽ എന്ത് ചെയ്യുക, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ദ സ്റ്റേറ്റ് പ്രസന്റേഷൻ ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ഇന്നോവേറ്റീവ് ആൻഡ് പ്രോഗ്രസ് ഡിഫറെന്റ് റീജിയൻസ് പ്രൊമോട്ടിംഗ് ഡിസ്കഷൻസ് ഇൻ ദ റിപ്പബ്ലിക് ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതായത് എല്ലാ സംസ്ഥാനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. അതായത് എന്ത് ചെയ്യുക, ഓരോരുത്തരും എന്ത് ചെയ്യുക, അവരുടെ ആശയങ്ങൾ കൊണ്ടുവരിക. ആൻഡ് നോട്ടബിൾ സ്റ്റേറ്റ് എക്സ്പീരിയൻസ് ഇൻക്ലൂഡഡ് കേരള പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഇനിഷ്യേറ്റീവ്, തമിഴ്നാടു യൂസ് ഓഫ് പ്ലാസ്റ്റിക് ഇൻ റോഡ് കൺസ്ട്രക്ഷൻ ആൻഡ് ബീഹാർ ടോയ്ലറ്റ് ക്ലിനിക്. അതുപോലെ തന്നെ എന്താണ്, കേരളത്തിൽ എന്താണ് പ്ലാസ്റ്റിക് മാനേജ്മെന്റ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, തമിഴ്നാട്ടിൽ എന്താണ് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് റോഡ് കൺസ്ട്രക്ഷൻ, ബീഹാറിലെ ടോയ്ലറ്റ് ക്ലിനിക്. ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇതിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് എന്താണ് വന്ന കാര്യങ്ങളാണ്. ആൻഡ് വാട്ടർ സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. ഇന്റർവെൻഷൻസ് ആർ ഡിസൈൻഡ് പ്രൊവൈഡ് ലൈഫ് സേവിംഗ് ആൻഡ് ലോങ് ടേം സസ്റ്റൈനബിൾ ആക്സസ്. അതായത് എന്ത് ചെയ്യുക, ഉദാഹരണമായിട്ട് ഈ 3 കാര്യങ്ങൾ വാട്ടർ, സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യുക, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നിലവിൽ വേണ്ട റിസോഴ്സസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ബാക്കി റിസോഴ്സസുകളെല്ലാം ഭാവിയിലേക്ക് മാറ്റി വെക്കുന്ന പദ്ധതിയാണ് ഇത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ എന്ത് ചെയ്യുന്ന ലക്ഷ്യം വെക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് വാഷിന്റെ ഫുൾ ഫോം ആണ്. എന്താണ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വാട്ടർ, സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ ആണ് എന്ത് വാഷ് എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ?
Next one, doctor on wheels. എന്താണ് പറയുന്നത്? Recently, the Union Minister of Science and Technology stated that Arogya Doctor on Wheels has provided medical assistance to around 13,000 patients in the remote areas of Udhampur, Kutha, Doha, Lok Sabha constituencies. അതായത് ലോക്സഭ കോൺസ്റ്റിറ്റ്യൻസീസ് ആയിട്ടുള്ള ഉധംപൂർ, ഖത്വ, ഡോല തുടങ്ങിയ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാം, ഡോക്ടേഴ്സിന്റെ അസിസ്റ്റൻസ് എത്തിക്കുക. ഏത് പ്രോഗ്രാമിന്റെ അണ്ടറിൽ? ആരോഗ്യ ഡോക്ടർ ഓൺ വീൽസ് എന്നുള്ള പ്രോഗ്രാമിന്റെ അണ്ടറിൽ. The Doctors on Wheels initiative utilize AI technology and remote consultation from the specialist doctors, delivering prompt and comprehensive medical care within 45 minutes. അതായത് പൂർണ്ണമായിട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് റിമോട്ട്ലി എന്ത് ചെയ്യുക, ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, ഇത്തരം ആളുകൾക്ക് അവർക്ക് വേണ്ട കൺസൾട്ടേഷൻസ് കൊടുക്കുക. അതും എത്ര മിനിറ്റിന്റെ ഉള്ളിൽ? പ്രശ്നം വന്ന 45 മിനിറ്റിന്റെ ഉള്ളിൽ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ പ്രത്യേകത with a focus of inclusively and cost effectiveness, it addresses healthcare disparities, bridging the urban-rural divide. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർബൻ റൂറൽ ഡിവൈഡ് ഇല്ലാതൊക്കെ. എന്താണ് അർബൻ റൂറൽ ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അർബൻ ഏരിയാസ് ആണെങ്കിൽ നമുക്കറിയാം ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അടുത്തേക്ക് എത്താൻ പറ്റും, ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്താൻ പറ്റും. പക്ഷേ റൂറൽ ഏരിയയിലുള്ള ആളുകൾക്ക് അതെന്തല്ല, പോസിബിൾ അല്ല. പക്ഷെ അത്തരം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, പ്രധാനമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതാണ് എന്താണ് ഈ ഡോക്ടർ ഓൺ വീൽസ് എന്നുള്ള പ്രോഗ്രാം കൊണ്ട് എന്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് കറണ്ട് അഫയർ. യുണൈറ്റഡ് നേഷൻസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ യുണൈറ്റഡ് നേഷൻസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് പബ്ലിഷ് ദ ഏഷ്യ ആൻഡ് പസഫിക് SDG പ്രോഗ്രസ് റിപ്പോർട്ട് ഇൻ 2024. അതായത് നമുക്കറിയാം UN-ന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അല്ലേ, നമ്മൾ പലതവണ ഇവിടെ ഡിസ്കസ് ചെയ്താണ് 17 ഗോളുകൾ. ദിസ് റിപ്പോർട്ട് ഫോക്കസ് ഓൺ സക്സസ് സ്റ്റോറീസ്, സ്ട്രെങ്ത്സ് ആൻഡ് ഡിസ്റ്റിങ് ചലഞ്ചസ് എൻകൗണ്ടർഡ് ഇൻ ദ പാർട്ട് ഓഫ് ദ റീജിയൻ സ്ട്രൈവിംഗ് ടുവേഴ്സ് SDGs. അതായത് SDGയിൽ നമ്മൾ നേരിട്ട ചലഞ്ചസ്, അതിനെ നമ്മൾ എങ്ങനെയൊക്കെ മറികടന്നു, ഇതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവരുടെ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് യുണൈറ്റഡ് നേഷൻസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക് എന്നുള്ളതാണ്. ഓക്കെ, ഇതെന്താണ്? ഇതൊരു റീജിയണൽ ഡെവലപ്മെന്റ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഏഷ്യൻ പസഫിക് റീജിയനിൽ വേണ്ടിയിട്ടുള്ളത് ഒരു റീജിയണൽ ഡെവലപ്മെന്റ് ഗ്രൂപ്പാണിത്. 53 രാജ്യങ്ങളാണ് ഇതിലെ മെമ്പറായി വരുന്നത്. അതുപോലെ തന്നെ 9 അസോസിയേറ്റ് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഏഷ്യ പസഫിക് റീജിയനിൽ. ഇതിൽ ഓൾറെഡി ആര് ഭാഗമാണ്? ഇന്ത്യ ഭാഗമാണ്. 1947 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ബാങ്കോക്ക്, തായ്ലാൻഡിലാണ് എന്ത് ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ്. ആൻഡ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ടു ഓവർകം സം ഓഫ് ദ റീജിയണൽ ഗ്രേറ്റസ്റ്റ് ചലഞ്ചസ് ബൈ പ്രൊവൈഡിംഗ് റിസൾട്ട് ഓറിയന്റഡ് പ്രോജക്ട് ടെക്നിക്കൽ അസിസ്റ്റൻസ് കപ്പാസിറ്റി ബിൽഡിംഗ് ടു ദ മെമ്പർ സ്റ്റേറ്റ്. ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ ഫ്രണ്ട് ചെയ്യാന്ന് വെക്കുക. ഇപ്പൊ യുഎന്നിന്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ട്, 17 ഗോൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യങ്ങൾക്ക് പല രീതിയിലുള്ള ചലഞ്ചസ് നേരിടും. ആ ചലഞ്ചസിന് വേണ്ട സഹായങ്ങൾ നൽകുക, അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുക, അവർക്ക് വേണ്ട കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് എക്കോണമിക് ആൻഡ് സോഷ്യൽ കമ്മീഷൻ ഫോർ ഏഷ്യ ആൻഡ് പസഫിക്കിന്റെ എന്താണ് ലക്ഷ്യമായിട്ട് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ, Muslim Women Protection of Rights on Marriage Act 2019. Recently, the Supreme Court has decided to examine the divorced Muslim woman in entitled a claim maintains under the Section 125 of the Criminal Procedure Code CRPC against the former husband, regulating the debate on what other secular laws should given precedence over the distinct personal laws. അതായത് ഇത് ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മതപരമായ നിയമങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ ലോസ്. ഓക്കെ, മറ്റതെന്താണ്? നോർമൽ ലോസ് ആണ്. പലപ്പോഴും നമ്മുടെ നോർമൽ ലോസും പേഴ്സണൽ ലോസും തമ്മിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാറുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും ഈ പേഴ്സണൽ ലോസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ നോർമൽ ലോയിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യും, വയലേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ അത്തരം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻസ് എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത്തരം ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ എന്ത് ചെയ്യും, വയലേഷൻസ് എന്ത് ചെയ്യേണ്ടി വരും, ഒഴിവാക്കേണ്ടി വരും. അപ്പൊ നമുക്ക് പലപ്പോഴും പല പേഴ്സണൽ ലോസിനെയും നമുക്ക് വേണ്ട എന്ന് വയ്ക്കേണ്ടി വരും. ക്ലിയർ? അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെയും പറയുന്നത്. ദ മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് 2019.
A Muslim woman who is divorced by her husband by pronouncing talaq can seek the maintenance allowance under the Muslim Women Protection of Rights on Marriage Act 2019. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് പണ്ട് ഡൈവേഴ്സ് ചെയ്തു എന്ന് വയ്ക്കുക, അതായത് മുസ്ലിം വുമൻസ് ഡൈവേഴ്സ് ചെയ്ത് പോയി, അതാണ് ഐ മീൻ തലാക്ക് ചൊല്ലി എന്ന് വയ്ക്കുക. ഇങ്ങനെ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ചില പ്രത്യേക മതങ്ങളിലാണെങ്കിൽ നമ്മൾ കോടതിയിൽ പോയി ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവർക്ക് മെയിൻ്റെനൻസ് കൊടുക്കണം, അതായത് ഭർത്താവ് ഭാര്യയ്ക്ക് ജീവിത ചെലവ് കൊടുക്കണം. പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അത്തരം ഒരു കാര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാണ്, മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ടിൽ എന്ത് ചെയ്യണം, അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതെന്താണ് കൊടുക്കണം, അത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് പറയുന്നത്. ദ ആക്ട് ഡിക്ലെയർസ് എനി പ്രൊനൗൺസ്മെന്റ് ഓഫ് തലാഖ് ബൈ എ മുസ്ലിം ഹസ്ബൻഡ് upon his wife by the words either spoken, written or electronic form in any other manner whatsoever to be void and illegal. അതുപോലെ തന്നെ എന്താണ്, ഉദാഹരണമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഹസ്ബൻഡ് എന്ത് ചെയ്യാണ്, ഉദാഹരണമായിട്ട് തലാഖ് ചൊല്ലാണ്, വേർഡ്സ് ആയിരിക്കാം, സ്പോക്കൺ, റിട്ടൺ, ഇലക്ട്രോണിക് ഫോം ഒക്കെ ആണെങ്കിൽ എന്താണ്, അത് ഇല്ലീഗൽ ആണ് എന്ന് പറയുന്നത്. ഇതെന്താണ് പറയുന്നത്, ദ ആക്ട് എൻറ്റൈൽസ് ഡൈവേഴ്സ്ഡ് മുസ്ലിം വുമൻ to receive from her husband such amount of substance allowance for her and dependent children as may be determined by the magistrate. അതെന്ത് ചെയ്യണം, മജിസ്ട്രേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ടും അവരുടെ കുട്ടികളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും എത്ര രൂപ കൊടുക്കണം എന്നുള്ള ആൾക്ക് തീരുമാനിക്കാം, മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, തീരുമാനിക്കാം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ക്ലിയർ? The act is a special law that overruled the provision of section 125 of the code Criminal Procedure 1973 which deals with the maintenance of wives, children and parents. അതായത് എന്താണ്, CRPC 1973 ചില കാര്യങ്ങളിൽ 125 എന്നുള്ള സെക്ഷൻ മാറ്റം വരുത്തിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, ഈ നിയമം എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, ഇത്തരം മെയിൻ്റെനൻസ് കൊടുത്തിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാരണ്ടി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, NAFED. The recent Global Pulses Conference annual gathering pulses producers, processors and traders was recently organized by National Agriculture Cooperative Marketing Federation of India Limited and the Global Pulse Confederation. അതായത് എന്താണ്, ഈ പൾസ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്രോസസേഴ്സ്, ട്രേഡേഴ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു, നിലവിൽ എന്തിന്റെ ഭാഗമായിട്ട്, നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിരുന്നു, നിലവിൽ ഒരു ഓർഗനൈസ് ചെയ്തിരുന്നു. അതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ് NAFED എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, 1958 ഒക്ടോബർ 2 സ്ഥാപിതമായ, ഗാന്ധി ജയന്തിക്ക് സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ഇത്, നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്റെ അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്, മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ്സ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്. ഇതിൽ കറന്റ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയാണ്, ഒണിയൻ, പൾസസ് ആൻഡ് ഓയിൽ സീഡ്സ് ആണ്. ക്ലിയർ? ഇതാണ് നമ്മൾ ആരെ കുറിച്ച് നോക്കാറുള്ളത്, NAFED കുറിച്ച് എന്ത് ചെയ്യാറുള്ളത്, നോക്കാറുള്ളത്. അധികം പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ, ഇനിഷ്യേറ്റീവ്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത്. During India's G20 presidency in 2023, the World Health Organization WHO initiated Global Initiative on Digital Health, DID, virtually focusing one of the 3 priority areas agreed upon. 3 പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ലക്ഷ്യം വെച്ചൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഇത്, ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓൺ ഡിജിറ്റൽ ഹെൽത്ത്, നമ്മുടെ ഇന്ത്യയുടെ G20 പ്രസിഡൻസിയിൽ. ഇനി എന്താണ് ഈ ഡിജിറ്റൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഈസ് എ സിസ്റ്റം ഓഫ് മെഡിക്കൽ കെയർ ഡെലിവറി ദാറ്റ് യൂസസ് array of digital technologies to make quality medical care services accessible, affordable and sustainable. അതായത് ഡിജിറ്റൽ ഹെൽത്ത് കെയറിന്റെ സഹായത്തോടെ, അതായത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, ഈ മെഡിക്കൽ സർവീസസ് ആക്സസിബിൾ ആക്കുക, അഫോർഡബിൾ ആക്കുക, സസ്റ്റൈനബിൾ ആക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. The broad scope of digital health include categories such as mobile health, M-health, health information technology, wearable devices, telehealth and telemedicine and personalized medicine during this period. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉദാഹരണമായിട്ട് മൊബൈൽ ഹെൽത്ത്, ഹെൽത്ത് ഇൻഫോർമേഷൻ ടെക്നോളജി, അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ബ്രോഡ് സ്കോപ്പുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിന്റെ അണ്ടറിൽ വരുന്ന ഇനീഷ്യേറ്റീവ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, സഞ്ജീവനി ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് അല്ലേ, നമ്മൾ ഇത്ര 23 ടെലിമെന്റൽ ഹെൽത്ത് ലൈൻ തുടങ്ങും നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ആൻഡ് കോവിൻ ആപ്പ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മൾ കൊണ്ടുവന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ശ്രീ കൽക്കി ധാം ടെമ്പിൾ ഫൗണ്ടേഷൻ സെറിമണിയാണ് എന്താണ് അടുത്ത ന്യൂസ്.
ഉത്തർപ്രദേശിൽ എന്താണ് സംബൽ ഡിസ്ട്രിക്റ്റിലാണ് എന്ത് ചെയ്യുന്നത് ശ്രീ കൽക്കി ധാം ടെമ്പിൾ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നു. ഇനി ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ടു ദി കൽക്കി അവതാർ, അതായത് എന്താണ് നമുക്കറിയാം ലോർഡ് വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ്? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ആൻഡ് 10ാമത്തെ അവതാരമായ കൽക്കി, ഓക്കെ, അതാണ് ഏതിൽ വരുന്നത്? ഈ ഒരു അമ്പലത്തിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമാണ്. The temple is considered the world most special due being the first temple where God's temple was established before incarnation എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് 10 sanctions with the temple symbolize the 10 incarnations of Lord Vishnu. അതുപോലെ തന്നെ ലോർഡ് വിഷ്ണുവിന്റെ 10 incarnations എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ടെമ്പിളിൽ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇത് ജസ്റ്റ് അത്രയും നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട. ഇതിന്റെ DT ഏതാണ്, DT വേർഷിപ്പ് ഏതാണ്, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഛത്രപതി ശിവജി മഹാരാജ് ജയന്തിയാണ്. ഓക്കെ, അതായത് എല്ലാ വർഷവും ഫെബ്രുവരി 19 എന്ത് ചെയ്യുന്നുണ്ട്? ഛത്രപതി ശിവജി മഹാരാജ് ജയന്തി എന്ത് ചെയ്യുന്നുണ്ട്? സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായി വന്ന ന്യൂസ് ആണ് എന്താണ്? ഛത്രപതി ദ ഫൗണ്ടർ ഓഫ് ദ മറാത്ത എംപയർ വാസ് ബോൺ ഇൻ 19 ഫെബ്രുവരി 1630. അതായത് 1630 എന്ത് ചെയ്യുന്നത്? ഫെബ്രുവരി 19 ആര് ജനിക്കുന്നത്? മറാത്ത സാമ്രാജ്യത്തിന്റെ ഫൗണ്ടർ ആയിരുന്ന ഛത്രപതി ശിവജി എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് ജനിക്കുന്നത്? ശിവഗിരി ഫോർട്ടിലാണ്. ഏത് ഡിസ്ട്രിക്ട്? ജുനാവ് ഡിസ്ട്രിക്റ്റിലാണ്. പ്രസന്റ്ലി അത് മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ സാംബാജി ബോൺസയുടെയും ജിലാബായുടെയും മകനായിട്ടാണ് ജനിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 ടാക്സുകളാണ് ഏത്? ചുത്, അതുപോലെ തന്നെ എന്താണ് സർദേശ് മുഖി എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കിങ്ഡം എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹം 4 പ്രൊവിൻസുകളായിട്ട് എന്ത് ചെയ്തിരുന്നു? ഡിവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ജഗീദാരി സിസ്റ്റം ഇദ്ദേഹം എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്യുകയും മറിച്ച് പുതിയത് എന്ത് ചെയ്യുന്നുണ്ട്? റേറ്റ്മാരി സിസ്റ്റം കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏതൊക്കെ ടൈറ്റിൽസ് കിട്ടുന്നത്? ഛത്രപതി എന്നുള്ള ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സഹത്ര എന്നുള്ള ടൈറ്റില്, അതുപോലെ തന്നെ എന്താണ് ക്ഷത്രിയ, കുലവാസ് ആൻഡ് ഹൈന്ദവ ധർമ്മബോധാരക് എന്നുള്ള ടൈറ്റിൽസ് ഒക്കെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ, REC ലിമിറ്റഡ് കമ്മിറ്റ്മെന്റ് ടു ആർമഡ് ഫോഴ്സസ് വെൽഫെയർ. എന്താണ് REC ലിമിറ്റഡ്? ഫോർമലി റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. എന്താണ് മഹാരത്ന ആണ്? അല്ല, മഹാരത്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് കമ്പനിയാണ്. ഇത് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് പവറിന്റെ അണ്ടറിലാണ് ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതുമായി ബന്ധപ്പെട്ട ന്യൂസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? AFFB ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു അസിസ്റ്റ് ആർമഡ് ഫോഴ്സസ് വെഞ്ചേഴ്സ്. അതായത് ആർമഡ് ഫോഴ്സസ് വെഞ്ചേഴ്സിനെ സഹായിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ വരുന്നത്. ഉദാഹരണമായിട്ട് പാരാലജിക് സോൾജേഴ്സിന്റെ റീഹാബിലിറ്റേഷൻ ഒക്കെയാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്? ഡിസംബർ 7 മുതൽ, സിൻസ് 1949 ഡിസംബർ 7 മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉദാഹരണമായിട്ട് എന്താണ്? ഇത് ആനുവലി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇത് അതുപോലെ തന്നെ എന്താണ്? എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയില് ഒരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി NBFC ആയിട്ട്, നമുക്കറിയാം ബാങ്കുകളല്ലാത്ത ഫൈനാൻസിങ് കമ്പനി ആയിട്ടാണ് ഏത്? NBFCs എന്ന് വിളിക്കുക. NBFCs ആണ് എന്ത് ചെയ്യുന്നത്? ഇത് രജിസ്റ്റർ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസിങ് കമ്പനി ആയിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫൈനാൻസസ് വേരിയസ് സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് പവർ, ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി ആൻഡ് emerging technologies. And REC Limited serves as the key player government flagship schemes such as Pradhan Mantri Shaji Biji Har Ghar Yojana, Deen Dayal Upadhyaya Gram Jyoti Yojana, National Electricity Fund ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് വലിയ രീതിയിൽ പങ്കുവഹിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇതിലൂടെയാണ് ഈ വില്ലേജുകളൊക്കെ 100% ഇലക്ട്രിഫിക്കേഷൻ ആക്കുന്നത്. ഇതിനൊക്കെ ഏറ്റവും വലിയ പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? ഇവർ വഹിച്ചിട്ടുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, എംപവറിംഗ് യൂത്ത് ത്രൂ സ്കിൽ India Center, the last current affair. Recently, the Union Minister of Education and Skill Development and Entrepreneurship inaugurated the first Skill India Center, SIC, the country in Sambal, Odisha, marketing a significant step towards enhancing the skill of India's youth. അതായത് എന്താണ്? യൂത്തിന്റെ സ്കിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള കാര്യമാണ്. SIC എവിടെയാണ്? സാമ്പൽപൂർ, ഒഡീഷയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? യൂത്തിന്റെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? ട്രൈ ചെയ്യുന്നത്. ഇതൊരു ന്യൂ ജോബ് റോൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്താണ് ഇവരുടെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഹൈ ഡിമാൻഡ് ട്രേഡുകൾ, അതുപോലെ തന്നെ മീഡിയ, എന്റർടൈൻമെന്റ്, ലെതർ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ITES എന്ത് ചെയ്യുന്നത്? ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ആൻഡ് ദ ഇനീഷ്യേറ്റീവ് അക്കംപ്ലിമെന്റ്സ്
ഷൂൾ രക്ത ഇനീഷ്യേറ്റീവ് ലോഞ്ച്ഡ് ഏർലിയർ ടു പ്രൊവൈഡ് സ്കിൽ. അതുപോലെ തന്നെ ഇവർ മുമ്പ് കൊണ്ടുവന്നാണ് ഇത് ഷൂൾ രക്ത ഇനീഷ്യേറ്റീവ്. ഇതിന്റെ ഭാഗമായിട്ട് ദ നാഷണൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വിൽ ഓവർസീസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് പ്രോഗ്രാംസ്. അതായത് ഈ പ്രോഗ്രാമിന്റെ മൊത്തം ഇംപ്ലിമെന്റേഷൻ നോക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. ക്ലിയർ? ആൻഡ് NTPC is a unique public private partnership. അതായത് ട്രിപ്പിൾ പി മെത്തേഡ് ആണ്. അതായത് ഗവൺമെന്റും പ്രൈവറ്റും കൂടിയും ചേർന്നിട്ടുള്ള മെത്തേഡാണ് ഏതെന്ന് വിളിക്കുന്നത്? NSDC എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്ന അറിയപ്പെടുന്നത്. ഇത് ഏത് മിനിസ്റ്റർ അണ്ടറിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് എന്റർപ്രണർഷിപ്പിന്റെ അണ്ടറിലാണ്, MSDയുടെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. അതായത് ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ പ്രൈവറ്റിന്റെ സഹായത്തോടു കൂടി ഗവൺമെന്റ് വർക്ക് ചെയ്യണം, പുതിയ സ്റ്റാർട്ടപ്പുകളെ ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്? ഇതിന്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ക്ലിയർ? ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയറിൽ എന്ത് ചെയ്യാനുള്ള നോക്കാനുള്ളത്. ക്ലിയർ? എനി ഡൗട്ട്സ്? എനി വൺ? ഹലോ സർ. പറയൂ സർ. പറഞ്ഞില്ലേ മുസ്ലിം വുമൻസിന്റെ ഡിവോഴ്സിന്റെ കേസ്, അപ്പൊ അതിന് കമ്പൽസറി ആയിട്ട് അപ്പൊ ഇപ്പം കൊടുക്കണം എന്നാണോ പറയുന്നത്? അവരെ അപ്പൊ റിലീജിയസ് ആയിട്ട് പ്രശ്നങ്ങൾ വരൂലേ? അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ട്രിപ്പിൾ തലാഖ് അല്ലെ? ട്രിപ്പിൾ തലാഖ് കഴിഞ്ഞാൽ തലാഖി ബിദ്ദത്ത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒറ്റ മിനിറ്റ്. ഈ തലാഖി ബിദ്ദത്ത് എന്ന് പറയുന്നതാണ് ഈ ട്രിപ്പിൾ തലാഖ്. അതായത് ഇപ്പൊ ഒരു വ്യക്തിയെ ഇൻ ദ മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം 5 രീതിയിൽ ഡൈവേഴ്സ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, 5 രീതിയിൽ. അതിൽ 5 രീതിയിൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് മ്യൂച്വൽ കൺസെന്റ്. മ്യൂച്വൽ കൺസെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മതത്തിലുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ 2 പേർക്ക് തമ്മിൽ ഡൈവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേർക്കും പരസ്പരം സമ്മതമാണെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ കൺസെന്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? രണ്ടാമത്തെ എന്ന് വിളിക്കുന്നത് കൊല്ലയാണ്. കൊല്ല എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ന്യൂസ് ഒക്കെ ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് സാനിയ മിർസ ഡൈവേഴ്സ് ചെയ്യാണ്. അതായത് കൊല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈഫ് ഇനിഷ്യേറ്റീവ് എടുക്കും. വൈഫ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് അവർ ആദ്യം ഷെറിയത്ത് കോർട്ടിനെ, അവരുടെ കോടതിയെ സമീപിക്കും. അവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നോർമൽ ജുഡീഷ്യറിയെ സമീപിക്കും, നമ്മുടെ കോടതികളെ സമീപിക്കും. ഇതാണ് കൊല്ല. പിന്നെ വരുന്നതാണ് തലാഖി ഹസൻ. തലാഖി ഹസൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലാഖി ഹസൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈവേഴ്സ് ചെയ്യും. ഡൈവേഴ്സ് ചെയ്യല്ല, തലാഖ് ചൊല്ലും. തലാഖ് ചൊല്ലി 30 ദിവസം വെയിറ്റ് ചെയ്യും. രണ്ടാമത്തെ വട്ടം വീണ്ടും തലാഖ് ചൊല്ലും, ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യും. മൂന്നാമത്തെ വട്ടം വീണ്ടും തലാഖ് ചൊല്ലും, ഒരു 30 ദിവസം വെയിറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 90 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡൈവേഴ്സ് ചെയ്യും. പക്ഷെ ഇവിടെ നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ 90 ദിവസത്തിന്റെ ഇടയിൽ വേണമെങ്കിൽ സ്ത്രീക്ക് നമ്മുടെ ജുഡീഷ്യറിയെ സമീപിക്കാം. അതായത് അവരുടെ മൗലികാവകാശം ലംഘിക്കപ്പെടില്ല. പിന്നെ വരുന്നതാണ് തലാഖ് ഈ ഹസൻ എന്ന് വിളിക്കുന്നത്. തലാഖ് ഈ ഹസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ തലാഖ് ചൊല്ലുന്നു, അറ്റ സ്ട്രെച്ചിൽ 90 ദിവസം വെയിറ്റ് ചെയ്യുന്നു, ഡൈവേഴ്സ് ചെയ്യുന്നു. ഇതാണ് തലാഖ് ഈ ഹസൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഈ തലാഖി ഹസൻ ആവുമ്പോഴും 90 ദിവസത്തിന്റെ ഉള്ള ആരെ സമീപിക്കാം? നമ്മുടെ നോർമൽ ജുഡീഷ്യറി എന്ത് ചെയ്യാൻ പറ്റും? സമീപിക്കാൻ പറ്റും. അപ്പോഴും അവരുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടില്ല. പിന്നെ വരുന്നതാണ് ഈ തലാഖി ബിദ്ദത്ത്. തലാഖി ബിദ്ദത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് എ ടൈം, അതായത് തലാഖ് 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 എന്ന് 3 വട്ടം ചൊല്ലുന്നു, ഡൈവേഴ്സ് ചെയ്യുന്നു. അവിടെ വരുന്നൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലാഖി ബിദ്ദത്ത്, ഏത് തലാഖ് എടുത്തു കഴിഞ്ഞാലും പേഴ്സണൽ ലോ പ്രകാരം ഈ തലാഖി ബിദ്ദത്ത് എന്ന് പറയുന്നത് മെയിൽസിന് മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ, ഫീമെയിൽസിന് ചെല്ലാൻ പറ്റില്ല. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, ഈ തലാഖി ബിദ്ദത്ത് എന്ന് ആർട്ടിക്കിൾ 14ന്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ, 14ന്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 15ന്റെ ലംഘനമാണ്, അതായത് സെക്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ലംഘനമാണ്. ആർട്ടിക്കിൾ 19ന്റെ ലംഘനമാണ്, അതായത് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ്. ആർട്ടിക്കിൾ 21ന്റെ ലംഘനമാണ്, ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. 25 മതപരമായ അവകാശങ്ങളുടെ ലംഘനമാണ്. ഇത്രയും മൗലികാവകാശങ്ങളുടെ ലംഘനം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അതേ ഇൻസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഡൈവേഴ്സ് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിലവിലെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് അവർക്ക് ഏർണിങ്സ് എന്ന് പറയുന്നത് കുറവാണ്. അതായത് ഇപ്പോഴും സ്ത്രീകൾ നമ്മൾ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക, സ്ത്രീകളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അവർക്ക് ജീവിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? മെയിൻ്റെനൻസ് കിട്ടിയേ പറ്റും. ഓക്കെ, മെയിൻ്റെനൻസ് കിട്ടിയില്ലെങ്കിൽ ഇത് എന്തിന്റെ ലംഘനമായി മാറും? ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ്, അതായത് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ലംഘനമായി മാറുന്നതാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? മെയിൻ്റെനൻസ് കൊടുക്കണം എന്നെന്താണ് കമ്പൽസറി ആക്കാൻ കാരണം. നമ്മൾ മൗലികാവകാശങ്ങളും പേഴ്സണൽ ലോസും തമ്മിൽ പരസ്പരം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ ഏറ്റവും അവസാനം ജയിക്കുന്നത് മൗലികാവകാശമാണ്, ഒരിക്കലും പേഴ്സണൽ ലോസ് അല്ല. ഇപ്പൊ നമ്മൾ ശബരിമല കേസിൽ നമ്മൾ കണ്ടാണ്, അവിടെ പേഴ്സണൽ ലോസും മൗലികാവകാശങ്ങളും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷെ അത്തരം കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾക്കായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
ഫണ്ടമെന്റൽ റൈറ്റിനായിരിക്കും, മൗലികാവകാശങ്ങൾക്കായിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? സർ ഓക്കെയാ. അപ്പൊ സർ ഇതിപ്പോ ആരെങ്കിലും കൊടുത്ത കേസിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനത്തെ ഇപ്പൊ ഇത് റീസെന്റ്ലി വന്നാണോ? റീസെന്റ് അല്ല, ഈ ഒരു കേസ് ഒരുപാട് കാലമായിട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, റീസെന്റ് ഒന്നല്ല, 1970 മുതൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന. അപ്പൊ ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായതിനു ശേഷം നമ്മൾ അമെൻഡ് ചേർത്ത ഒന്നല്ലല്ലോ. അപ്പോ 25 മുതൽ 28 വരെ 1950 വരുമ്പോ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ടും ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് അതിൽ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും ഒപ്പുവെച്ചിട്ടുള്ളതാണല്ലോ. അപ്പൊ ഒപ്പുവെക്കുമ്പോ അവർക്ക് അറിയാമായിരുന്നു ഭാവിയിൽ ജുഡീഷ്യറി ഇടപെടുന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ടാണല്ലോ തന്നെയാണല്ലോ അവർ ഒപ്പുവെക്കുന്നത്. അപ്പൊ ഇനി ആർക്ക് ഇടപെടാം? ജുഡീഷ്യറിക്ക് ഇടപെടാന്നുള്ള. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ ഞാനും എഗ്രിമെന്റ് വെക്കുകയാണ്. അപ്പൊ നിങ്ങൾ എഗ്രിമെന്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ അതിൽ ഒപ്പിട്ടാൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു വ്യക്തി ഒപ്പുവെക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ തന്നെ ഒപ്പുവെച്ചൊരു സാധനമാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് പേഴ്സണൽ ലോസിനല്ല ഇമ്പോർട്ടൻസ് എപ്പോഴും ആർക്കേ വരുള്ളൂ, നമ്മുടെ ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോ ശബരിമല കേസ് എടുത്ത് നോക്കൂ. ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീകൾക്കല്ല, 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് കയറാൻ പറ്റുമോ? അതില് ഒരു റീസൺ പറഞ്ഞത് 41 ദിവസത്തെ വ്രതമെടുക്കാൻ പറ്റില്ല എന്നാണ്. അപ്പൊ കോടതി തിരിച്ചൊരു ചോദ്യമുണ്ട്, 41 ദിവസത്തെ വ്രതമെടുത്തിട്ടാണോ ബാക്കി എല്ലാവരും വരുന്നത്? അല്ല. അപ്പൊ അങ്ങനെയല്ല. നമുക്കറിയാം സ്ത്രീകളുടെ ആർട്ടിക്കിൾ 14 ലംഘിക്കും, 15 ലംഘിക്കും, 17 അൺടച്ചബിലിറ്റി ആണ്, 19 ലംഘിക്കും, 21 ലംഘിക്കും, 25 ലംഘിക്കും. അപ്പൊ അത്രയും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടണോ അതോ ഒരു പേഴ്സണൽ ലോ ലംഘിക്കപ്പെടണോ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ? ക്ലിയർ. അപ്പൊ ഇത് കമ്പൽസറി ആണെന്ന് പറഞ്ഞു വന്നത് ഈ അടുത്താണോ? അതുകൊണ്ടാണ് ഇത് റീസെന്റ് ന്യൂസിൽ വന്നത്? അത് കമ്പൽസറി ആക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനത്തെ വിധിയാണത്. അതായത് പേഴ്സണൽ ലോസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണമായിട്ട് മുസ്ലിം പേഴ്സണൽ ലോ ഇന്ത്യയിൽ വരുന്നത് 1937 മാത്രമാണ്. ഓക്കെ, ഇന്ത്യൻ വരുന്ന 1950. അപ്പൊ 1937 പേഴ്സണൽ ലോസും 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നപ്പോ 50 ശേഷമല്ല പേഴ്സണൽ ലോസ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. 50 കോൺസ്റ്റിറ്റ്യൂഷൻ. അതാ ഞാൻ പറഞ്ഞത്, 50 കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാലോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മുടെ ആശയം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു സെക്കുലർ രാജ്യം എന്നുള്ളതാണ്. എന്താണ് സെക്കുലർ രാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ എല്ലാ കാലത്തും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആശയം എന്ന് വിളിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശമാണ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം, എനിക്ക് വിശ്വാസം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ, എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം GT, എന്റെ DTക്ക് പ്രീതിപ്പെടുത്തണമെങ്കിൽ ഒരാളുടെ തല വെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. ഓക്കെ, അതാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് വരാൻ കാരണം. ഓക്കെ സർ, ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ഓക്കെ സർ, താങ്ക് യു. വെൽക്കം. ഓക്കെ. Okay, thank you all. We will meet in the next session next week. Good night. Okay, sir. Okay, good night, sir.